നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് കർക്കടകം 5 രോഹിണി നക്ഷത്രം. 2025 ജൂലൈ 21 തിങ്കൾ. രാഹുകാലം രാവിലെ 7:30 മണി മുതൽ 9 മണി വരെയാണ്. ജൂലൈ 21. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിൽ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,412ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ചിട്ട് 1200 കർക്കടക മാസം 5-ാം തീയതിയാണ്. ശകവർഷം വരുന്നത് 1947 ആഷാഢമാസം 30-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 21-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ചന്ദ്രന് ബലം കുറവുള്ള കാലമാണ്. ഇന്ന് കരണം വരുന്നത് പുലിക്കരണമാണ്. നിത്യയോഗം വൃദ്ധി നാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് രോഹിണി നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേലയാണ്. അത് 2 ആഴ്ചത്തേക്ക് 14 ദിവസത്തേക്കാണ് ഞാറ്റുവേല ഉണ്ടാവുന്നത്. ഇന്ന് ദിവസം തിങ്കൾ, അതായത് ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:56 ഉദയം സംഭവിക്കുന്നത്. അസ്തമയം വരുന്നത് 6 മണി, വൈകിട്ട് 6:44:44 അസ്തമയം സംഭവിക്കുന്നത്. ഇത് മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തര ദക്ഷിണ ദിക്കിലേക്ക് നീങ്ങും തോറും ഏതാനും സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും ഒക്കെ വ്യത്യാസം ഈ ഉദയാസ്തമയങ്ങൾക്ക് ഉണ്ടാകും. ഇന്ന് ദിനമാനം 12 മണിക്കൂർ 28 മിനിറ്റ് 48 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ പകല് കൂടുതലുള്ള കാലമാണ്. ഇത് ക്രമേണ കുറഞ്ഞുകൊണ്ടുവരുന്ന സമയവുമാണ്. രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:49 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. ഗുളികകാലം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 2:03 തുടങ്ങി 3:37 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് 10:56 രാവിലെ 10:56 തുടങ്ങിയിട്ട് 12:30 വരെയുള്ള സമയത്താണ് യമകണ്ഠക കാലം വരുന്നത്. ഈ രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര പോവുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന 3 കാലങ്ങളും വർജ്യമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് തുടങ്ങിയിട്ട് 12:28 വരെയും മധ്യത്തിലുള്ള ഒരു 4 മിനിറ്റ് മാറ്റിവെച്ചാൽ 12:32 മുതൽക്ക് 12:54 വരെയും ആണ്. അഭിജിത്ത് മുഹൂർത്തം 12:06 മുതൽക്ക് 12:54 വരെയാണ്. ആ മധ്യത്തിലുള്ള 4 മിനിറ്റ് അതിന് മാറ്റിവെക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിലുള്ളവരാണ് തുലാക്കൂറ് എന്ന് പറയുക. ഈ തുലാക്കൂറിലുള്ളവർക്ക് ഇന്ന് ചന്ദ്രൻ 8ാം ഭാവത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ അശുഭമാണ്. അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ നടത്തുക, മംഗളകർമ്മങ്ങൾക്ക് തുടക്കമിടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കേണ്ടതാണ്. എങ്കിലും ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമയം നോക്കാതെ തന്നെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അഭിജിത്ത് മുഹൂർത്തത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും മുഹൂർത്തം കിട്ടാതെ വരികയാണെങ്കിൽ, പൊതുവേ തന്നെ കർക്കിടക മാസത്തിൽ പുതിയ സംരംഭങ്ങളൊന്നും തന്നെ തുടങ്ങാറില്ല. വളരെ നിവൃത്തിയില്ലാത്ത വരുന്ന സമയത്ത് അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാറുണ്ട്. ഇന്ന് രോഹിണി നാളാണ്. രോഹിണി നാള് പൊതുവെ അനുകൂലമായിട്ടുള്ള നാളാണ്. പൗഷ്ടിക കർമ്മങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ വിവാഹത്തിന്, ദേവഗ്രഹം ഉണ്ടാക്കുന്നതിന്, രാജഗ്രഹം ഉണ്ടാക്കുന്നതിനൊക്കെ അതിൻ്റെ ആരംഭത്തിന് ഒക്കെ നല്ലതാണ്. അതുപോലെ ധനം സംഗ്രഹിക്കുക. ഇപ്പോൾ ഒരു പണം കിട്ടാനുള്ള അത് അന്നേ ദിവസം വാങ്ങിക്കുകയാണെങ്കിൽ അത് വൃദ്ധിയോടുകൂടി അഭിവൃദ്ധി ഉണ്ടാകും. ഭൂഷണാദി കാര്യങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കുക, മംഗലകർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെയും രോഹിണി നാളിന് ചെയ്യാവുന്നതാണ്. ഇന്ന് കർക്കിടക മാസം 5-ാം തീയതിയാണ്.
കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. ഈ ഒരു മാസത്തെ സമയം കൊണ്ട് രാമായണം പൂർണ്ണമായിട്ട് വായിക്കുക, ഇത് നമ്മുടെ കേരളീയരുടെ ഒരു പൊതുവായിട്ടുള്ള പാരമ്പര്യമാണ്. അതാത് ഗുരുക്കന്മാരുടെ നിർദ്ദേശത്തോടുകൂടി അതാത് ഭാഗങ്ങൾ വായിക്കേണ്ട ദിവസം വായിച്ചു പോരേണ്ടതാണ്. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം. നിരവധി വാർത്തകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. വാർത്തകളാൽ സമ്പന്നമായ ദിവസമാണ്. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ആലുവയിലെ ലോഡ്ജിൽ കൊലപാതകം, യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു. മരിച്ചത് കൊല്ലം കുണ്ടറ സ്വദേശി അഖില. ആൺസുഹൃത്ത് കസ്റ്റഡിയിൽ. ജമ്മുകശ്മീരിലെ കിഷ്തവാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. രാത്രി ആരംഭിച്ച ഓപ്പറേഷൻ തുടർന്ന് സൈന്യം. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പുതിയ 8 സുപ്രധാന ബില്ലുകൾ സഭയിലെത്തും. പഹൽഗാം ഭീകരാക്രമണം അടക്കം ഉന്നയിക്കാൻ പ്രതിപക്ഷം. സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കാസർഗോഡ് മുതൽ എറണാകുളം വരെ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വെള്ളാപ്പള്ളി നടേശനെതിരായ UDF ആക്രമണം ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയെന്ന് BJP. BD സതീശന്റേത് ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗം. പൊതുസമൂഹം വെള്ളാപ്പള്ളിക്ക് ഒപ്പമെന്നും VV രാജേഷ്. അതുല്യയുടെ മരണം കൊലപാതകമെന്ന് കുടുംബം. ഷാർജയിലെ ഇന്ത്യൻ എംബസിക്ക് ഇന്ന് പരാതി നൽകും. മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ദുരൂഹ നീക്കം. നിർണായക മൊഴി നൽകിയ സാക്ഷികളെ വിളിച്ചുവരുത്തും. മുഖ്യപ്രതിയുടെ ഏജന്റിനുൾപ്പെടെ സമൻസ്. സംസ്ഥാനത്ത് നാളെ മുതൽ സ്വകാര്യ ബസ് സമരം. വിദ്യാർത്ഥി കൺസെഷൻ വർധനയടക്കം ആവശ്യങ്ങൾ. പണിമുടക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ. പുത്തൻപുലരി ആദ്യം തന്നെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ 8 ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിക്കുക. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ കക്ഷികളും സഹകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നതാണ്. അതേസമയം തന്നെ പഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി സഭയിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയും ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഗി, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ നിന്നും ഇന്ന് രാഷ്ട്രീയ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. 12 നിർണായക ബില്ലുകൾ ഈ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ വർഷകാല സമ്മേളനത്തിൽ ഏത് തരത്തിലായിരിക്കും സർക്കാരിനോട് സമീപനമുണ്ടാവുക എന്നുള്ളതാണ്. തൽക്കാലം അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ്.
പഹൽഗാമിലെ ഭീകരാക്രമണം, അതോടൊപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം ഈ അഹമ്മദാബാദിലെ വിമാനാപകടം എന്നിവ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ യോജിച്ച് നീങ്ങാൻ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാർലമെൻറ്റിനുള്ളിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് വട്ടം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ യുദ്ധം അവർ നിർത്തിയതായുള്ള അമേരിക്ക പറഞ്ഞതിന് ശേഷമാണ് യുദ്ധം നിർത്തിയത് എന്നുള്ള പരാമർശം അത് രാഹുൽ ഗാന്ധി അടക്കം ഒരുപക്ഷെ പാർലമെൻറ്റിൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്യും. അതിനോടെന്ത് സമീപനം സർക്കാർ സ്വീകരിക്കും എന്നതടക്കം നിർണായകമാകും. ഒരു കാര്യം ഉറപ്പാണ്, പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനവും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ്. ഇത് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് സുഗമമായി സഭ നടത്താൻ ഒപ്പമുണ്ടാകണം, ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡ് വെച്ച് അതിനുള്ള സാധ്യത കാണുന്നില്ല. രണ്ടാമത്തേത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. ശശി തരൂർ നിലവിൽ തങ്ങൾക്ക് എതിരെ തന്നെ എന്തെങ്കിലും നിലപാടെടുക്കുമോ, പാർലമെൻറ്റിൽ ഈ നയതന്ത്ര പ്രതിനിധി സംഘത്തെ നയിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുമോ എന്ന് കോൺഗ്രസിന് ഭയമുണ്ട്. അക്കാര്യത്തിൽ എന്താകും തരൂരിൻ്റെ നീക്കം? കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം നൽകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന് സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയാണ്. കേരളം കാത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ ഇന്നാണ്. സദാനന്ദൻ മാസ്റ്റർ 9:30 കേരള ഹൗസിൽ നിന്നും പുറപ്പെടും. പിന്നീട് അവിടെ മന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യും ഈ സത്യപ്രതിജ്ഞ വേദിയിലേക്ക്. മറ്റൊന്ന് BJP നേതാക്കൾ K. സുരേന്ദ്രൻ, V. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. PK കൃഷ്ണദാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാവുകയും ചെയ്യും. ശ്രീകാന്ത്, ഞാൻ ആലോചിക്കുകയായിരുന്നു, സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരളത്തിലെ അക്രമ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയൊരു തിരിച്ചടി കൂടിയാണ് അല്ലേ ശ്രീകാന്ത്? സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേട്ടതാണ്. അദ്ദേഹം ഈ പഴയ കാര്യങ്ങൾ, ഈ അക്രമ സംഭവങ്ങൾ, പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല, കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ നൽകിയ സ്വീകരണത്തിലും പറഞ്ഞത് അങ്ങനെയാണ്. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം, അതാണ് തൻ്റെ സ്വപ്നം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തന്നാൽ കഴിയുന്നത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇനി ഒരു പ്രശ്നത്തിലേക്ക്, വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സദാനന്ദൻ മാസ്റ്റർ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ സംഭവങ്ങൾ, ആ മഴപ്പെയ്ത്ത് ഇനിയും തോർന്നിട്ടില്ല. ഇപ്പോഴത് മരം പെയ്ത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് CPIM-ൻ്റെ ഈ പാർലമെൻറ്റിലെ പ്രതിനിധികളാണ്. ഇത്രയും നാൾ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം സംഭവങ്ങൾ CPIM-ൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് ശബ്ദിക്കുന്ന തെളിവായി മാറാൻ പോവുകയാണ് ഈ പാർലമെൻറ്റിനുള്ളിൽ സദാനന്ദൻ മാസ്റ്റർ. തീർച്ചയായും ശ്രീകാന്ത്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം ആവുകയാണ്. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അതിനിടയിലാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയും ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കേണ്ട, നമുക്ക് വികസിത ഭാരതം, ആ ഒരു സ്വപ്നത്തിലേക്ക് നടക്കാം, ആ ഒരു രീതിയിലേക്കായിരിക്കണം ലക്ഷ്യങ്ങൾ എന്നുള്ളത്. പക്ഷേ ഇവിടെ ചിലർക്ക് അതൊന്നും അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ കുടുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ലീഗിനെയും മറ്റ് മുസ്ലിം സംഘടനകളെയും തൃപ്തിപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന VD സതീശന്റെ നിലപാടിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ തള്ളി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി കോൺഗ്രസ് നേതാക്കളായ K. ബാബുവും ഹൈബി ഈഡനും രംഗത്ത് എത്തിയതിലൂടെ പാർട്ടിയിലെ ഭിന്നാഭിപ്രായം മറനീക്കി പുറത്ത് വരികയുമാണ്. VD സതീഷിന്റെയും K. ബാബു, ഹൈബി ഈഡൻ എന്നിവരുടെയും പ്രതികരണം കാണാം. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറേറ്റീവാണ് ഈ സാധനം. അപ്പോൾ മുഖ്യമന്ത്രി പറയിപ്പിക്കുന്നതാണ്. വിദ്വേഷത്തിൻ്റെ ഒരു ക്യാമ്പയിനാണ്.
അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ കഴിഞ്ഞ 30 കൊല്ലമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സമുദായ നേതാവ് ഈ വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു സമുദായ നേതാവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരാളും ശ്രീ വെള്ളാപ്പള്ളി നടേശനായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകളുമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി പറയാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ്. സംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഓരോ കാലഘട്ടത്തിലും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ആ വീട്ടിൽ പോകുന്ന അതാരാണെങ്കിലും, അഭിപ്രായ വ്യത്യാസമുള്ള ആളാണെങ്കിലും സൗഹൃദമുള്ള ആളാണെങ്കിലും, ഏത് പാതിരാത്രിയും ആ വീട്ടിൽ കയറി ചെന്ന് തൻ്റെതായ പ്രയാസം പറയാൻ ഒരു സാധാരണ ഈ സമൂഹത്തിലെ ആളുകൾക്ക് ആത്മവിശ്വാസവും ആർജവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും. എന്നാൽ എത്ര ഭീഷണി ഉണ്ടായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണുള്ളത്. അരുൺ, വെള്ളാപ്പള്ളി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കാന്തപുരം ഇനി എന്തു കുന്തം പറഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളൂ, എൻ്റെ നിലപാട് ഉറച്ചതാണ് എന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ മാത്രമല്ല ഇടതുപക്ഷത്തിലും അടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ കോൺഗ്രസിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇത് വിലയിരുത്താൻ സാധിക്കുക അരുൺ? തീർച്ചയായും വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിലപാട് അത് രാഷ്ട്രീയ കേരളത്തിൽ സജീവമായുള്ള ചർച്ചയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ അക്കമിട്ട് ഓരോ സംഭവ വികാസങ്ങളും എടുത്തു പറയുകയാണ്. അത് സമൂഹത്തിലേക്ക് ചർച്ചയ്ക്കായി അദ്ദേഹം വഴിതിരിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പറയേണ്ട ഒരു കാര്യം, വലിയൊരു പ്രതിഷേധം അത് കഴിഞ്ഞ നാളുകളിലും ഉണ്ടായതാണ്. അത്തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് വലത് മുന്നണികളുടെ ചില നേതാക്കളൊക്കെ തന്നെ അത് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധങ്ങളുമായി വരുന്നു. അതോടൊപ്പം തന്നെ സമസ്തയും മുസ്ലിം ലീഗും എല്ലാം തന്നെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ ഇന്നലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും താൻ എടുത്ത നിലപാടിൽ, താൻ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. ആ വിഷയത്തിൽ തൻ്റെ നിലപാട് അതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിലവിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് VD സതീശൻ്റെ ഒരു പ്രതികരണമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ആദ്യം വന്നിരുന്നത് VD സതീശൻ അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അതിരൂക്ഷമായുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വിമർശനത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് എറണാകുളത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായ K ബാബുവും അതോടൊപ്പം തന്നെ ഹൈബി ഈഡനും വന്നത്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും K ബാബു പറഞ്ഞ പോലെ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ശരിക്കും മാധ്യമങ്ങളാണോ? ഈ തൊട്ടു മുമ്പുള്ള ആ വാക്കുകൾ കേട്ടാൽ മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ്, സ്വന്തം മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഹൈബി ഈഡനും വ്യക്തമാകുന്ന രീതിയിലേക്ക്, കൃത്യമായ രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായ പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശങ്ങളായിരുന്നു ഹൈബി ഈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ വരുമ്പോഴും കോൺഗ്രസിനുള്ളിൽ ഈ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കോൺഗ്രസിനെ ലീഗിന്റെ ഒരു അപ്രമാദിത്വമുണ്ട്. കോൺഗ്രസിന് സ്വന്തം നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ ശക്തിയില്ല എന്നുള്ള ഗുരുതരമായുള്ള ആരോപണം അത് പാർട്ടിക്കുള്ളിൽ പല തവണയായി ഉണ്ട്. പല വിഷയങ്ങളിൽ നമ്മൾ ഇത് കണ്ടതാണ്. പലപ്പോഴും ലീഗിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് VD സതീശൻ ഈ പ്രസ്താവന എന്നുള്ള
എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഉണ്ടായിരുന്ന 2 യോഗങ്ങളിലും തുടർന്നു. അത് കൃത്യമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു, മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും താൻ എടുത്ത നിലപാട്, താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. രാഗി, ശരി അരുൺ. നമ്മുടെ നിരവധി പ്രേക്ഷകർ അരുണിന് നല്ല നമസ്കാരം പറയുന്നുണ്ട്, സുപ്രഭാതം നേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീണാജിയെ കാണുന്നില്ലല്ലോ എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീണ ചേച്ചിയെ തിരക്കുകയാണ്. വീണ ചേച്ചിയെ രാവിലെ കാണാത്തതിലാണെന്ന് തോന്നുന്നു ഇത്തരം കമൻസ്. ചേച്ചിക്ക് സുഖമില്ല, എത്രയും വേഗം ചേച്ചി മടങ്ങിയെത്തും. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. വെള്ളാപ്പള്ളി നടേശനെ UDF ആക്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയെന്ന് BJP. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് BJP സംസ്ഥാന സെക്രട്ടറി BV രാജേഷ്. കേരള പൊതുസമൂഹം വെള്ളാപ്പള്ളി നടേശനൊപ്പം ഉണ്ടാകുമെന്നും BV രാജേഷ് ജനം TVയോട് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, കോൺഗ്രസിലും ഇടതുപക്ഷത്തും ഒക്കെ തന്നെ ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കാരണം വെള്ളാപ്പള്ളിയെ കൊള്ളണമോ തള്ളണമോ എന്ന കാര്യത്തിലാണ് അവർക്ക് ആശങ്ക. എന്തായാലും BJP ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല, ഒപ്പം പൊതുസമൂഹവും അദ്ദേഹത്തിനൊപ്പമാണ് എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് VV രാജേഷിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളിയെ കൊള്ളണമോ അതോ തള്ളണമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം കുറേ നാളുകളായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ അത് ചില പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെയായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില നഗ്നമായ കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിക്കിടെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പരാമർശം ഇത്തരത്തിലാണ്: ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഈ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലെഴിയുകയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അത് പല കാര്യങ്ങളിലും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ സ്കൂൾ സമയം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗും ലീഗിന്റെ ചില നേതാക്കന്മാരും എടുത്ത നിലപാടുകൾ, അതിനെ മയപ്പെടുത്താൻ CPMന്റെ ചില നേതാക്കന്മാർ എടുത്തിട്ടുള്ള ചർച്ചകളും മറ്റ് നടപടികളും, കൂടാതെ തന്നെയാണ് ഈ 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മുൻപിലേക്ക് മുസ്ലിം ലീഗൊക്കെ വലിയ രീതിയിലുള്ള ബാർഗെയിനിങ് നടത്തുമ്പോൾ അവിടെയൊന്നും പ്രതികരിക്കാത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയിരുന്നു. ഇതിനെയൊക്കെ തിരിച്ചടിച്ചുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള VV രാജേഷ് ഇപ്പോൾ തുറന്നടിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഒരു വർഗീയ പരാമർശം ഒന്നുമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായൊരു നഗ്നസത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്താൻ ഇടതുപക്ഷമോ വലതുപക്ഷമോ ശ്രമിക്കേണ്ട എന്നൊരു കാര്യമാണ് VV രാജേഷ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ BJP പ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുന്നിൽ കണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഒരു വിവാദ പ്രസ്താവന ഉണ്ടാക്കി അദ്ദേഹത്തിനെ താറടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് VV രാജേഷ് പറയുന്നത്. നമുക്കറിയാം, ഇനി 3 മാസം തികച്ചില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ചും ഒപ്പം തന്നെ അത്തരം വോട്ടുകൾ തങ്ങളുടെ ബാങ്കിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുമൊക്കെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ലീഗ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്നൊരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം ആ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ആരും വിചാരിക്കേണ്ട. അദ്ദേഹത്തിനൊപ്പം ജനാധിപത്യ വിശ്വാസികളും BJPയും ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ ഏറെ ചർച്ചയായ, ഏറെ വിവാദമായിട്ടുള്ള ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി പാർട്ടിക്കാർ രംഗത്തെത്തുന്നത് സാധാരണയാണ്. ആ എത്തുന്ന പ്രതികരണങ്ങളെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രീണനം നടത്താനും ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതികരണത്തിൽ നിന്നും ഇടത് വലത് മുന്നണികൾ നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതേ നാണയത്തിൽ തന്നെ BJP തിരിച്ചടിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം നിലകൊള്ളുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ് BJP ഈ ഘട്ടത്തിൽ. രാഖി.
ശാലിനി പറഞ്ഞത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് മുന്നിൽ കാണാതെ നിവൃത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. PRP കുറുപ്പ് എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ 100% വെള്ളാപ്പള്ളിക്കൊപ്പമാണ്. സത്യങ്ങൾ തുറന്നു പറയുന്നവരെ വർഗീയത പറയുക അല്ലെങ്കിൽ വർഗീയവാദി എന്ന് മുദ്രകുത്തുക CPMന്റെയും കോൺഗ്രസിന്റെയും ഒരു ആചാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സമീപകാല സംഭവങ്ങൾ പലതും ആ ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും പൊതുസമൂഹം ഇക്കാര്യം തുറന്നു പറയാനും മടിക്കാത്തത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ UDF ആക്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയെന്ന കാര്യം തന്നെയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ കേരള സമൂഹം വെള്ളാപ്പള്ളിക്കൊപ്പം ഉണ്ട് എന്ന കാര്യവും VV രാജേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം നമുക്ക്. അതിനു മുൻപൊരു ഇടവേള അനിവാര്യമാണ്. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP C സദാനന്ദൻ മാസ്റ്റർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പുത്തൻപുലരിയിൽ അതിഥിയായി സദാനന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട്. സ്വാഗതം മാസ്റ്റർ. പ്രധാനമന്ത്രി നേരിട്ട് ഏൽപ്പിച്ച ദൗത്യമാണ്. ആ ദൗത്യത്തിലേക്ക് ഇന്ന് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു നിയോഗത്തിലേക്ക് നടന്ന് എത്തുമ്പോൾ എന്ത് തോന്നുന്നു ഈ നിമിഷം? ചുമതലാബോധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ആ വാക്കുകളിൽ തന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്, ഉപദേശമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സാധിക്കാവുന്നത്രയും ഏറ്റവും പരമാവധി എന്ന് തന്നെ പറയാം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആദ്യമേ തന്നെ തോന്നുന്നത്. ഇനി ഡൽഹിയാണ് കർമ്മമണ്ഡലം. ഡൽഹിയിലെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ്? താങ്കൾക്ക് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് എങ്ങനെ മുന്നോട്ട് പോകാനാണ് പദ്ധതി? ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രാഷ്ട്രത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ്, തലസ്ഥാനമാണ്. അതിൻ്റേതായ ഭൗതികമായ ചിട്ടവട്ടങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്താണോ നമ്മളിൽ അർപ്പിതമായ ദൗത്യം അത് നിർവഹിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, പുരാതനമായ നഗരമാണ് ഡൽഹി എന്ന് നമുക്കറിയാം. ഒരുപാട് ചരിത്രമുറങ്ങുന്ന, നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അനേകം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള, ഒരുപാട് സമരഗാഥകൾ ഉയരുന്ന, രാഷ്ട്രസ്നേഹഭരിതമായ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ കർമ്മഭൂമിയായിരുന്നു ഈ ഡൽഹി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റേതായ തരംഗങ്ങൾ ചുറ്റിലുമുണ്ട്. അത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നതാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒട്ടനേകം ആളുകൾ ഒരുപക്ഷെ ജീവിത നിവൃത്തിക്ക് വേണ്ടിയൊക്കെ ഡൽഹിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മുടെ രാഷ്ട്രജീവിതവുമായി ഇഴുകിച്ചേരാനും ആ മുഖ്യധാരയോടൊപ്പം ചേരാൻ ഒക്കെ ഉള്ള അവരുടെ സന്നദ്ധത നേരിട്ട് പ്രകടമായി കാണുന്നൊരു നഗരമാണ് ഡൽഹി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു ഭാഗത്ത് അധികാരത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ ആയിട്ട് ഈ നഗരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി അതിനെ ഇഴുകിച്ചേർത്തുകൊണ്ട്, അതുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് വ്യക്തിജീവിതം നയിക്കുന്ന അനേകം ആളുകളെ ഡൽഹിയിൽ കാണാം. ഞാൻ ഡൽഹിയിൽ ആദ്യമായി വരുന്ന ആളല്ല. നേരത്തെ തന്നെ പലപ്പോഴായിട്ട് ചില പരിപാടികൾക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളെങ്കിലും തുടർച്ചയായി ഡൽഹിയിൽ താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച്, മറ്റ് കാലാവസ്ഥാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. എന്തായാലും ആകെക്കൂടി പറഞ്ഞാൽ മനോഹരമാണ് ഡൽഹി, സുന്ദരമാണ് ഡൽഹി, പ്രേരണാദായകമായ ഓർമ്മകളും അന്തരീക്ഷവും ഈ ഡൽഹിയിലുണ്ട്.
കേരളത്തിലെ ഇടത് എംപിമാരും BJP അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടം കൂടിയാണ് രാജ്യസഭ. അപ്പോൾ കേരളത്തിലെ യഥാർത്ഥ അന്തരീക്ഷം അല്ലെങ്കിൽ യഥാർത്ഥ സാഹചര്യങ്ങൾ അങ്ങേക്ക് ഞങ്ങളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതെൻ്റെ കടമ കൂടിയാണല്ലോ. രാജ്യസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ ഉപരിസഭയാണ്. അപ്പോൾ ഏറ്റവും പക്വമായ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, സംവാദങ്ങൾ നടക്കേണ്ടുന്ന ഒരു വേദിയാണ്. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന ധാരാളം നിയമനിർമ്മാണത്തിനൊക്കെ വേദിയാകേണ്ടതാണ്. ആ വേദി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും രാജ്യസഭയിൽ നടത്തേണ്ടത് എന്നാണ് എൻ്റെ ധാരണ, എൻ്റെ ചിന്ത അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ, രാഷ്ട്രീയ വിശ്വാസങ്ങൾ വെച്ച് പുലർത്താത്തവരാണെങ്കിലും ദശാബ്ദങ്ങളോളം നമ്മുടെ രാഷ്ട്ര സേവന രംഗത്ത്, അത് ഏത് മേഖലയോ ആവട്ടെ, ആ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച ഒട്ടനേകം ആളുകൾ വന്നണയുന്ന ഒരു സഭയാണ് രാജ്യസഭ. അപ്പോൾ അവരുടെയൊക്കെ പ്രതിഭ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരിടമാണ്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ആശയത്തിൻ്റെ ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്ത് രാഷ്ട്രനിർമ്മാണ പ്രക്രിയക്ക് ഗുണകരമാകുന്ന ആശയ സംവാദങ്ങൾ, അതാണ് നടക്കേണ്ടത്. അത് തന്നെയാണ് നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തീരാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വാസമുണ്ട്. താങ്കൾ പലപ്പോഴായി പറഞ്ഞു പഴയതൊന്നും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുകയാണ്, ഇവിടെയുള്ള അക്രമ രാഷ്ട്രീയകാരികൾക്ക് താങ്കളുടെ ഈ സത്യപ്രതിജ്ഞ വലിയ തിരിച്ചടി തന്നെയാണ്. ഒപ്പം പഴയതൊന്നും കുത്തിപ്പൊക്കണ്ട, തീർച്ചയായും കുത്തിപ്പൊക്കണ്ട, പക്ഷേ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കാമെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ആണല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. പഴയത് കുത്തിപ്പൊക്കുക എന്ന് പറയുമ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞത് മാധ്യമങ്ങളും പല ആളുകളുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഞാൻ പലരോടും പറഞ്ഞത് കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ നടന്ന കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ നമ്മൾ മറക്കണം എന്നുള്ളതാണ്. ഒരുപാട് വേദന അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും ജീവിക്കുന്ന രക്തസാക്ഷികളായി ചുറ്റിലുമുണ്ട്. അനേകം ആളുകൾ, അമ്മമാർ, സഹോദരിമാർ, കുട്ടികൾ, എല്ലാവരും വേദനയോടെ കഴിയുന്നവരുണ്ട്. അവരൊക്കെ അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖവും അവരുടേത് മാത്രമായി ഉള്ളിൽ അമർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം നമ്മൾ സംഘടനാപരമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കുന്നേയില്ല. നമ്മുടെ സമാജഹിതം അനുസരിച്ച് നാം സ്വീകരിച്ച മഹത്തായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഭാഗമായി ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രയാസങ്ങൾ മറന്നുകൊണ്ട്, മറക്കുക എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ സംബന്ധിച്ച് അങ്ങനെ പറയുകയല്ല. പക്ഷേ അതെപ്പോഴും ഓരോരുത്തരും, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അനേകം ആളുകളെ, ഇത്തരത്തിൽപ്പെട്ട ആളുകളെ കാണാം. പക്ഷേ അവരാരും അതൊരു വലിയ ഒരു വിഷയമായി മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല. നിശബ്ദമായി എല്ലാം സഹിച്ചുകൊണ്ട് ത്യാഗ മനസ്സോടുകൂടി നമ്മൾ ഏറ്റെടുത്ത ആശയത്തിൻ്റെ പൂർത്തീകരണത്തിനുതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഒരു സഹോദരൻ്റെ വീട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കർമ്മപഥത്തിലുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് അമ്മമാരായാലും സഹോദരിമാരായാലും അവരൊക്കെ ആ പ്രവർത്തനത്തിൽ സജീവമായി ഇടപഴകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് സംഭവിച്ച ദുരിതം ഒരു തടസ്സമായി കണ്ട് ഒരു നിരാശയോടെ കഴിയുന്നു എന്ന സാഹചര്യമല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലുള്ള ദുരന്തപൂർണമായ സാഹചര്യം അത് ഏത് പക്ഷത്തുമാകട്ടെ, എവിടെയുമാകട്ടെ, എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒന്നിൻ്റെ തുടർച്ചയായി മറ്റൊന്ന് എന്നുള്ള നിലയ്ക്ക്. അത്തരം ആളുകളെല്ലാം തന്നെ അതെല്ലാം മറന്നുകൊണ്ട് ശോഭനമായൊരു ഭാവി നമ്മുടെ സമൂഹത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാടിന് വേണ്ടതും. അങ്ങയുടെ സത്യപ്രതിജ്ഞ കേരളത്തിലുള്ള സ്വയം സേവകർ വലിയ ആവേശത്തോടു കൂടിയാണ് വരവേൽക്കുന്നത്.
PK കൃഷ്ണദാസ് ആയിക്കോട്ടെ, V മുരളീധരൻ ആയിക്കോട്ടെ, സുരേന്ദ്രൻ ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഡൽഹിയിലുണ്ട് താനും. അതെ, എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനം പകരുന്ന, സന്തോഷം പകരുന്ന, ആത്മവിശ്വാസം പകരുന്ന ഒരു നിർദ്ദേശമാണ് ആദരണീയനായ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. കാരണം നമുക്കറിയാം, കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപി ജനവിധി സ്വീകരിച്ചുകൊണ്ട് ജനകീയ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് വിജയിച്ച് പാർലമെൻറ്റിൽ എത്തിയ ആളാണ്. പക്ഷേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം അർഹിക്കുന്നത് അതുമാത്രമല്ല. 20% വോട്ട് എന്ന് പറയുമ്പോൾ 1/5, അങ്ങനെയാണെങ്കിൽ 4, ഏറ്റവും ചുരുങ്ങിയത് ആ അർത്ഥത്തിൽ 4 MP-മാരെങ്കിലും പാർലമെൻറ്റിലേക്ക് വരേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയമായ ചില വൈചിത്രങ്ങൾ നിമിത്തം അത് സാധ്യമാകുന്നില്ല. പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ ശബ്ദം എല്ലാ സഭയിലും ഉയരേണ്ടതുണ്ട്. കേരളീയമായ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ആളുകൾ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് കേരളത്തോടുള്ള പ്രത്യേക താല്പര്യവും കരുതലും നരേന്ദ്രമോദിജി നമ്മോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിയോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ സന്തോഷം എൻ്റെ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രവർത്തകർക്കുമുണ്ട്. അത് ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വരിഷ്ഠരായ ബഹുമാന്യരായ നേതാക്കൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. അത് മുഴുവൻ കേരളത്തിലെയും സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ അനുഭാവികളുടെ ഒക്കെ പ്രതിനിധികളായിട്ടാണ്. ഒപ്പം പൊതുസമൂഹത്തിൻ്റെയും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ മോദിജി എന്നെ വിളിച്ച് ഈ ഒരു ദൗത്യമേൽപ്പിക്കുന്നു എന്ന് പറയുകയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നത് പൊതുസമൂഹത്തിന് കൂടി വേണ്ടിയിട്ടാണ്. ആ നിലയ്ക്ക് പൊതുസമൂഹവും അതിൽ സന്തോഷമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അനേകം ആളുകൾ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് വെളിയിലുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിഫോണിലൂടെ, ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് തന്നെ കാണുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആത്മാർത്ഥമായി ആശീർവദിക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള പൊതുവായിട്ടുള്ള ഒരു സന്തോഷം എൻ്റെ പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകരും ബന്ധുക്കളും അനുഭവിക്കുന്നതിനോടൊപ്പം പൊതുസമൂഹവും അതിൽ ഭാഗവാക്കുകളാവുന്നുണ്ട് എന്ന് കാണുന്നത് സന്തോഷം പകരുന്നതാണ്. പ്രവർത്തകരെയും സ്വയം സേവകരെയൊക്കെ നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് താങ്കൾ ഡൽഹിയിലേക്ക് പോയത്. എന്താണ് അവർ പറഞ്ഞത്? എന്തൊക്കെ അവർക്ക് ആവശ്യങ്ങളൊക്കെ അവർ അറിയിച്ചു തുടങ്ങിയോ? അവർക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ നിഷ്കാമ കർമ്മയോഗികളാണ്. അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങൾ എന്നുള്ള നിലയ്ക്കേ അവർ ചിന്തിക്കില്ല. പക്ഷെ അവർ പറയുന്നുണ്ട്, നമ്മുടെ നാടിൻ്റെ വികസന സംബന്ധമായ കാര്യങ്ങൾ, പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ, അതൊക്കെ അവർക്കറിയാം. കാരണം ദീർഘനാളുകളായിട്ട് ഏതാണ്ടൊരു 45 വർഷമായി ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. പല മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലൊക്കെയുള്ള സഹപ്രവർത്തകരാവട്ടെ, പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരാകട്ടെ, അവർക്കൊക്കെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വൈയക്തികമായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് സമാജത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസം എന്നെക്കുറിച്ച് അവർക്കുണ്ട്. അതവരുടെ സംസാരത്തിലും അവരോട് ഇടപഴകുമ്പോഴൊക്കെ എനിക്കത് ബോധ്യമാകുന്നുമുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഈ പുലരിയിൽ അങ്ങേ അതിഥിയായി കിട്ടിയതൊപ്പം തന്നെ ആശംസയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ജനം TV-യുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ജനം TV-യുടെ പിന്നണി പ്രവർത്തകർക്കും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും ആശംസകൾക്കും ആശീർവാദങ്ങൾക്കുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ കൂടി ഉണ്ടാകണം എന്നീ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ഷേമാശംസകൾ. നമസ്കാരം. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP C സദാനന്ദൻ മാസ്റ്ററാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് സ്വയം സേവകരൊക്കെ തന്നെ. കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപൊരു ഇടവേള.
തിരികെ വാർത്തകളിലേക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്കൊരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സ്കൂൾ സമയമാറ്റം ഇല്ലെന്ന് നിലപാട് സർക്കാർ പറയുമ്പോഴും സമരപ്രഖ്യാപനവുമായി സമസ്ത നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊക്കെ പലതവണയായി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മുട്ട് ഇടിക്കുന്നു എന്ന് തോന്നുന്നു ശാലിനി. രാഖി, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. ഒരു രീതിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയ പുനഃക്രമീകരണം അത് മാറ്റില്ല എന്നുള്ളതാണ്. രാവിലെ 9:45 മുതൽ തുടങ്ങുന്ന ക്ലാസ് സമയം വൈകിട്ട് 4:15 അവസാനിക്കുമെന്നുള്ളതാണ് പുതിയ സമയക്രമം. അത് ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ മുതൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. ഈ അധ്യയന ദിവസങ്ങൾ തികയ്ക്കാനും ഒപ്പം തന്നെ അധിക വിദ്യാർത്ഥികൾക്ക് പഠന സമയം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആ തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിൽ അത് എതിർപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് സുഗമമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസവും പങ്കുവച്ചിരുന്നു. പക്ഷേ സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾ അടക്കമുള്ളവർ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിലും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് തുടങ്ങി 2 മാസം പിന്നിടാൻ പോകുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്നു. ഒപ്പം തന്നെ പ്രതിഷേധ സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഔദ്യോഗികമായി സംസ്ഥയുടെ ഒരു വിഭാഗം നേതാക്കന്മാരും മതപണ്ഡിതരൊക്കെ നടത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 3:30 ഈ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത്. മന്ത്രിയുടെ ചേംബറിൽ തന്നെയാണ് ചർച്ച. അതിൽ വിവിധ സ്കൂൾ മാനേജ്മെന്റുകൾ പങ്കെടുക്കും. പ്രത്യേകിച്ച് ഈ മദ്രസയ്ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് അവരുടെ പഠനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മതപഠനത്തെ കാര്യമായി ബാധിക്കുന്നു. രാവിലത്തെ സമയം മാറ്റണം, എന്നിട്ട് ആ 15 മിനിറ്റ് വൈകുന്നേര സമയത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് 4:30 ആക്കണം ക്ലാസ് സമയം അവസാനിക്കുന്നത്. രാവിലത്തേത് മറ്റ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ 10 മണിക്ക് അവസാനിച്ച് 4:30 ക്ലാസ് അവസാനിക്കുന്ന രീതിക്കുള്ള സമയക്രമം വേണമെന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എന്നാലും അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ. മാനേജ്മെന്റ് പ്രതിനിധികളുമായി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നുണ്ട്. ബുധനാഴ്ചയാണ് മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടത്തുക. സ്കൂൾ സമയമാറ്റം ഇല്ല എന്നൊക്കെയായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ സമസ്ത നിലപാട് കടുപ്പിച്ചതോടെ ചർച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് തടഞ്ഞതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. DCC ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ലെന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഉണ്ട്. ശ്രീനന്ദ, വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്ന വനവാസി യുവാവായ ബിനുവിനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ സമയം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന പേരും പറഞ്ഞാണ് കോൺഗ്രസ്, അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് പ്രതിഷേധിച്ചത്. ആംബുലൻസ് അവിടെ നിന്ന് എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് മാറ്റാൻ അല്ലെങ്കിൽ വിടാൻ സമ്മതിക്കില്ല. ഫിറ്റ്നസ് ഇല്ല എന്നൊരു പേരും പറഞ്ഞാണ് ഇവർ ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തിയത്. എന്നാൽ ഇത് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് അല്ല, 108 ആണെന്ന് നിരവധി തവണ ഈ ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും പറഞ്ഞെങ്കിലും അവരാരും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അത്യാഹിത വിഭാഗത്തിൽ നിന്നായിരുന്നു വനവാസിയായ യുവാവ് ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതിന് കാരണം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. കുറച്ചു മുൻപ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് DCC ഇപ്പോൾ 10 പേർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. DCC പ്രസിഡന്റ് അദ്ദേഹത്തിനുമെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിന് ഫിറ്റ്നസ് കുറവുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആംബുലൻസ് ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. 108 ആംബുലൻസാണ് ഇവർ വിളിച്ച് രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയത്.
പോയത്. എന്നാൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു ആംബുലൻസ് തടയുകയും ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ ഒരു കൊലപാതകം തന്നെയാണ്, ഒരു ദാരുണാന്ത്യം തന്നെയാണ് ഇന്നലെ അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. ഇന്നലെ കോൺഗ്രസ് നേതാവിൻ്റെ വസതിയിലേക്കുമൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു 10 പേർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. രാഖി. ശരി ശ്രീനന്ദ, വിതുരയിൽ ആംബുലൻസ് തടഞ്ഞതിൽ കേസെടുത്തു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്ത് വരുന്നത്. ഒപ്പം തന്നെ രേഖ സഞ്ജീവ് എന്ന പ്രേക്ഷക നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ. ഒപ്പം തന്നെ മുരളീധരൻ പറയുന്നുണ്ട് നമസ്തേ. ജനം TV പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സുപ്രഭാതം. ഒപ്പം സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഉണ്ണി മോഹൻ എന്ന പ്രേക്ഷകൻ ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് ഇട്ട പേര്, അതായത് സദാനന്ദൻ മാസ്റ്ററെ കുറിച്ചുള്ള ചർച്ചയ്ക്കിട്ട പേരിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകർ അഭിനന്ദനവും ഒപ്പം അവരുടെ കമൻസും ഒക്കെ അറിയിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപൊരു ഇടവേള. രാജ്യത്ത് മുൻപ് മാവോയിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലകളെല്ലാം ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി. പ്രദേശത്ത് സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യാഥാർത്ഥ്യമായി. മുൻപ് വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ സമാധാന ജീവിതം പോലും ഉറപ്പാക്കാനാകാതെ മാവോയിസ്റ്റ് ഭീകരവാദികൾ നിയന്ത്രിച്ചിരുന്ന മേഖലകൾ ഇന്ന് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഗോത്ര വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി മാവോയിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ട് മുഖ്യധാരയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന പ്രദേശമാണ്. ഗഡ്ചിരോളിയിലെ ഗോണ്ടാന സർവകലാശാല വിദേശ യൂണിവേഴ്സിറ്റിയുമായും ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി ലിമിറ്റഡുമായി ചേർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യാഥാർത്ഥ്യമാക്കി. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ തലത്തിൽ സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം ഉറപ്പാക്കും. ഇതുവരെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പുറത്തുപോകാത്ത ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾ വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. നേരത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സ്ഥാപനത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചത്. നിയമ നടപടികൾക്കൊപ്പം ഉയർന്ന ജീവിത നിലവാരവും വിദ്യാഭ്യാസവും നൽകുന്നതിലൂടെ മാത്രമേ വിഘടനവാദം അവസാനിപ്പിക്കാനാകൂ എന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ഗഡ്ചിരോളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടപ്പാക്കുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കരുത്ത്. മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഗഡ്ചിരോളിയുടെ ഗ്രാമത്തിലൂടെ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയത്. മാവോയിസ്റ്റ് ഭീഷണി കാരണം പൊതുഗതാഗതം പോലും ഇല്ലാതിരുന്ന ഗഡ്ചിരോളി ഇനി വളർച്ചയുടെ പടവുകൾ കയറുമെന്നാണ് ഗ്രാമവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ജനം, ഡൽഹി. മഴ കനത്തതോടെ കോഴിക്കോട് ജില്ലയിൽ മഴക്കാല രോഗങ്ങൾ പടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലും അടക്കം പനി ബാധിച്ച് ദിവസേന 100 കണക്കിന് രോഗികളാണ് എത്തുന്നത്. മഴ കനത്തതോടെ പനിച്ചു വിറയ്ക്കുകയാണ് കോഴിക്കോട് ജില്ല. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, വൈറൽ പനി, H1N1 എന്നിവ ബാധിച്ച് 100 കണക്കിന് രോഗികളാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ദിവസേന എത്തുന്നത്. ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 65 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 10 പേർ മരിച്ചിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് സമീപ ജില്ലകളിൽ നിന്നടക്കം 51 പേർ ചികിത്സ തേടിയിരുന്നു. രോഗികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മെഡിക്കൽ കോളേജിലെ വാർഡുകളടക്കം നിറഞ്ഞിരിക്കുകയാണ്. തറയിലും വരാന്തയിലും കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയിലാണ് രോഗികൾ. 28 കിടക്കകളാണ് ഓരോ വാർഡിലും ഉള്ളത്. എന്നാൽ ഓരോ വാർഡിലും 60-70 രോഗികൾ വരെയാണ് ഉള്ളത്. മെഡിസിൻ വിഭാഗത്തിലെ 13 വാർഡുകളും രോഗികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സ്ഥല സൗകര്യമില്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. PMSSY ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും തുറക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ്. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശ്രീനന്ദ SP ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനന്ദ, 2 ദിവസമായി തിരുവനന്തപുരത്ത് മഴയ്ക്ക് ശമനമില്ല. എന്താണ് മുന്നറിയിപ്പ്?
രാഖി, ഈ മാസം 24-ാം തീയതി വരെ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പും കണക്കിലെടുക്കുന്നുവെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത്. തീരപ്രദേശത്ത് ജാഗ്രത വേണമെന്നും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 24-ാം തീയതി 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലേർട്ടുകൾ ദിനം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നും ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതകൾ ഏറെയാണെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. തീരപ്രദേശത്തുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് കർശനമായ വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ശക്തമായ തിരമാലകൾക്കുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ കണക്കിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുകയെന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരം. ശരി ശ്രീനന്ദ, സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ശ്രീനന്ദ SP ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. ആലുവ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് മരിച്ചത്. കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സുഹൃത്തായ യുവാവ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശി ബിനുവാണ് പിടിയിലായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന ക്രൂര കൊലപാതകത്തിന്റെ വിവരം കൊച്ചിയിൽ നിന്ന് പുറത്ത് വന്നത്. ആലുവയിലെ ഒരു ലോഡ്ജിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ സുഹൃത്തായ ബിനു കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സുഹൃത്തുക്കളാണ് പോലീസിനെ വിവരം അറിയിച്ചത് എന്ന സൂചനകളും ഉണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു സുഹൃത്തിനെ തന്നെയാണ്, ഒരു ആൺ സുഹൃത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ നേര്യമംഗലം സ്വദേശിയാണ്. ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ രേഷ്മ ബാബു വിശദീകരിക്കും. കൊല്ലം സ്വദേശിനിയാണ് മരിച്ചിരിക്കുന്നത്. കുണ്ടറ സ്വദേശിനി അഖില. ആലുവ നഗരത്തിൽ ആണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, നേര്യമംഗലം സ്വദേശി ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചത്? രാഖി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അരുംകൊല നടന്നിരിക്കുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ലോഡ്ജ് ഉള്ളത്. ഈ സമീപത്തെ ലോഡ്ജിലെ 206 നമ്പർ റൂമിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. അതായത് നേര്യമംഗലം സ്വദേശിയായിട്ടുള്ള ബിനുവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊല്ലം കുണ്ടറ സ്വദേശിയായിട്ടുള്ള അഖിലയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് യുവതിയും യുവാവും നേരത്തെ തന്നെ പലതവണ ഇവിടെ ലോഡ്ജിൽ റൂം എടുത്തിരുന്നു. പലതവണ ഇവിടെ വരാറുണ്ടെന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബിനു ഇവിടേക്ക് ആദ്യം വരികയും റൂം എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അഖില ഇവിടെ വരുന്നത്, ഈ റൂമിലേക്ക് വരുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി ഇരുവരും തമ്മിൽ ചില വാക്ക് തർക്കങ്ങൾ ഉടലെടുത്തു. ഈ വാക്ക് തർക്കം എന്ന് പറയുന്നത് തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളൊരാവശ്യം അഖില ബിനുവിന് മുന്നിലേക്ക് വെച്ചു. അത് പിന്നീട് വഴക്കിലേക്കും തർക്കത്തിലേക്കും കലാശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ബിനു അഖിലയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ബിനു ചെയ്തതാകട്ടെ തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ വീഡിയോ കോൾ വിളിച്ചതിന് ശേഷം ഈ മൃതശരീരം കാണിച്ചു കൊടുത്തു. ഈ സുഹൃത്തുക്കളിൽ ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തൻ്റെ സുഹൃത്ത് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഈ ലോഡ്ജിൽ ഉണ്ട് എന്നുള്ള വിവരം കൈമാറുന്നത്. തുടർന്ന് പൊടുന്നനെ പോലീസ് ഇവിടേക്ക് എത്തി കണ്ട കാഴ്ച എന്ന് പറയുന്നത് ബിനു ഈ മൃതശരീരത്തിന് തൊട്ടരികിൽ ഇരിക്കുന്നു, യുവതി കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ബിനു ഉണ്ടായിരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ മൃതശരീരം ഉള്ളത് ഇതേ റൂമിൽ തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതശരീരം ആശുപത്രിയിലേക്ക് മാറ്റും. എന്തായാലും നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് വിവാഹം കഴിക്കണമെന്നുള്ളൊരാവശ്യം പെൺകുട്ടി ഉന്നയിക്കുകയും
മർദ്ദിക്കുകയും അതേ തുടർന്നുണ്ടായ വഴക്കാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മദ്യപിച്ച ഒരവസ്ഥയിലായിരുന്നു ബിനു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പിന്നീട് മാത്രമേ സാധിക്കൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുക. ശരി രേഷ്മ, ആലുവയിലെ ലോഡ്ജിലാണ് യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് മരിച്ചത്. കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ സംഭവത്തിൽ സുഹൃത്തായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശി ബിനുവാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചുവെങ്കിലും കൃത്യമായൊരു ചോദ്യം ചെയ്യൽ ഇതുവരെയും സാധ്യമായിട്ടില്ല എന്നാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയൊരു ഇടവേള. സഹോദരങ്ങൾക്ക് നമസ്കാരം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ നായർ മാട്രിമോണിയിൽ സെർച്ച് ചെയ്യൂ. നായർ മാട്രിമോണി ഒരു മികച്ച വിശ്വാസ പ്ലാറ്റ്ഫോമാണ്. നായർ മാട്രിമോണിയലിന്റെ സേവനം പ്രയോജനപ്പെടുത്തൂ. നായർ സമുദായത്തിന്റെ ഉത്തമ തീരുമാനം. ഡൗൺലോഡ് നായർ മാട്രിമോണി ആപ്പ്. ഒരു സ്റ്റോറി പറയട്ടെ. അമ്മ രാജകുമാരിക്ക് ഒരു ട്രഷർ കിട്ടി. നോക്ക്, അതുപോലെ 100% ജെനുവിൻ ഓഫേഴ്സ്, 100% ജെനുവിൻ ഹാപ്പിനെസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫർ. ഗോൾഡ്, അൺകട്ട്, ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് 30% കിഴിവ്. ഡയമണ്ടിന്റെ മൂല്യത്തിൽ 30% വരെ കിഴിവ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. ഇന്നത്തെ ഉത്തർപ്രദേശ് യോഗിയുടെ UP, ആത്മീയ പൈതൃകത്തിന്റെയും വാസ്തുവിദ്യ അത്ഭുതങ്ങളുടെയും UP, ആഗോള ടൂറിസം കേന്ദ്രമായുള്ള അതിവേഗ വളർച്ച. കാണാനുണ്ട് നിറയെ കാഴ്ചകൾ. രാമന്റെ അയോധ്യ, ശ്രീകൃഷ്ണന്റെ വൃന്ദാവനും മധുരയും, കാശിനാഥന്റെ വാരാണസി, ബുദ്ധന്റെ സാരാനാഥ്, ഗംഗാ യമുന സരസ്വതി സംഗമഭൂമി പ്രയാഗ്രാജ്, തിളങ്ങുന്ന ആഗ്ര, യുനെസ്കോ പൈതൃക സ്ഥലമായ ഫത്തേപൂർ സിക്രി, ഝാൻസി ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങൾ വേറെയും. യോഗിയുടെ ഭരണത്തിൽ ഉണർവിലാണ് UP ടൂറിസം. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്നത് 100% വളർച്ച. നദീ ശുചീകരണം മുതൽ UP ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് നയം വരെ യോഗി സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ നിരവധി. യോഗിയുടെ UP വിളിക്കുകയാണ് സഞ്ചാരികളെ തലയെടുപ്പോടെ. പുത്തൻപുലരി ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കാം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പുതിയ 8 സുപ്രധാന ബില്ലുകൾ സഭയിലെത്തും. പഹൽഗാം ഭീകരാക്രമണം അടക്കം ഉന്നയിക്കാൻ പ്രതിപക്ഷം. സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ ഇന്ന്. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. വീഡിയോ പകർത്തിയ ഫോൺ കണ്ടെടുക്കാൻ നീക്കം. അമ്മയുടെയും സഹോദരിയുടെയും വിശദ മൊഴിയെടുക്കും. ഷാർജയിലെ ഇന്ത്യൻ എംബസിക്ക് ഇന്ന് സഹോദരി പരാതി നൽകും. ആലുവയിലെ ലോഡ്ജിൽ കൊലപാതകം. യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു. മരിച്ചത് കൊല്ലം കുണ്ടറ സ്വദേശി അഖില. ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. വെള്ളാപ്പള്ളി നടേശനെതിരായ UDF ആക്രമണം ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയെന്ന് BJP. VD സതീശന്റേത് ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗം. പൊതുസമൂഹം വെള്ളാപ്പള്ളിക്കൊപ്പമെന്നും BB രാജേഷ്. ജമ്മുകശ്മീരിലെ കിഷ്തവാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. രാത്രി ആരംഭിച്ച ഓപ്പറേഷൻ തുടർന്ന് സൈന്യം. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. സംസ്ഥാനത്ത് ശക്തമായ
ശക്തമായ മഴ. കാസർഗോഡ് മുതൽ എറണാകുളം വരെ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. സ്കൂളിൽ ജീവനക്കാരുടെയും PTA-യുടെയും യോഗം ഇന്ന് ചേരും. വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിശദീകരണ റിപ്പോർട്ട് കൈമാറും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ദുരൂഹ നീക്കം. നിർണായക മൊഴി നൽകിയ സാക്ഷികളെ വിളിച്ചുവരുത്തും. മുഖ്യപ്രതിയുടെ ഏജന്റിന് ഉൾപ്പെടെ സമൻസ്. ഇനി നമ്മൾ കൊല്ലത്തേക്കാണ്. കൊല്ലം സ്വദേശിയായ അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ചവറ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിൽ 8 പേരാണ് സംഘത്തിൽ ഉള്ളത്. കരുനാഗപ്പള്ളി ACP അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. അതുല്യ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഉടൻ കണ്ടെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതുല്യയുടെ അമ്മയുടെയും സഹോദരിയുടെയും വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജും ദുബായിൽ നിന്ന് ഷിൻസുമുണ്ട്. ആദ്യം മനോജിലേക്കാണ്. മനോജ്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആ കുടുംബം ജനം TVയോട് പറഞ്ഞിരുന്നു. കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വിശദാംശം? രാഖി, കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇത് ആത്മഹത്യയാകാൻ വഴിയില്ല എന്നുള്ളത്. കാരണം അത്തരമൊരു സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ മകളിത് ചെയ്യുമായിരുന്നു. ഈ അതുല്യയുടെ മകളുണ്ട്. ആ മകളെ ഓർത്ത് ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രാഥമികമായും പോലീസ് ഈ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ചവറ തെക്കുംഭാഗം സ്റ്റേഷൻ പരിധിയിലാണ് അതുല്യയുടെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. അതുല്യ ഈ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സതീഷിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ സതീഷിന്റെ പ്രതികരണവും വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി വീട്ടുകാർ, അതായത് ആദ്യഘട്ടം മുതൽ തന്നെ വീട്ടുകാർ ഉന്നയിച്ച ആരോപണമായിരുന്നു സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും മകളെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതൊക്കെ. സതീഷ് അതൊക്കെ തന്നെ അല്ല എന്നുള്ള രീതിയിലാണ്, അതായത് താൻ എന്നും മദ്യപിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വീട്ടുകാരുടെ പ്രതികരണവും അതിൽ വരുവാനുണ്ട്. അതേസമയം തന്നെ ഈ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതുല്യയുടെ സഹോദരി ഭർത്താവുമൊക്കെ ഷാർജയിലാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ തെളിവുകൾ ശേഖരിക്കുന്നതാണ് ഇനി ഉള്ള നടപടിക്രമങ്ങൾ. അതിനാണ് ഈ മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സതീഷിനെതിരെ ഉയർന്നു വന്നത്. അതായത് ഈ 11 വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടെ നിരന്തരമായി ഈ അതുല്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ സഹിതമാണ് ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. അതായത് അതുല്യ ഈ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൽ തന്നെ വ്യക്തമാണ് സതീഷ് എത്രത്തോളമാണ് അതുല്യയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത്. അത് സതീഷും സമ്മതിക്കുന്നുണ്ട്. തനിക്ക് ദേഷ്യം വരുമ്പോൾ താൻ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ. അതേസമയം തന്നെ ഈ സതീഷുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളും അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ നൽകിയിട്ടുള്ള കേസുകളാണ്. ഈ സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിനുൾപ്പെടെ നേരത്തെ ഈ അതുല്യ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പിന്നീട് അതൊക്കെ പരിഹരിച്ചാണ് ഷാർജയിലേക്ക് പോകുന്നത്. എന്നാൽ ഷാർജയിൽ പോയതിനു ശേഷവും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. ഈ ദുബായിൽ താമസിച്ചിരുന്നപ്പോൾ, അതായത് ഷാർജയിൽ എത്തുന്നതിന് മുമ്പ് നേരത്തെ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. ഷിൻസ്,
ഇതൊരു കൊലപാതകമാണ് എന്ന് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നതാണ്. കാരണം ഒരു ഓഡിയോ സന്ദേശം പുറത്ത് വന്നിരുന്നു. അതുല്യ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എന്ന കാര്യം അതുല്യ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ മരണം സംഭവിച്ചു എന്ന കുടുംബം അറിയുമ്പോൾ ആ കുടുംബത്തിന്റെ കൃത്യമായ വാദം ഇതൊരു കൊലപാതകമാണ് എന്ന്. ഇവിടെ മാത്രം അന്വേഷണം നടന്നിട്ട് കാര്യമില്ല, ഇവിടെ കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ്, എപ്പോഴാണ് ഇവർ ഇത് സംബന്ധിച്ച് പരാതി നൽകുക, ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? രാഖി, ഇന്ന് അതുല്യയുടെ കുടുംബം ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ച് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുല്യയുടെ സഹോദരി അഖിലയും ഭർത്താവുമാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കുക. ഇന്ന് രാവിലെ തന്നെ പരാതി നൽകും. അതോടൊപ്പം തന്നെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത FIR വിവരങ്ങളും മുൻപുണ്ടായ ഗാർഹിക പീഡന കേസിന്റെ വിവരങ്ങളും കുടുംബം കോൺസുലേറ്റിന് കൈമാറും. ഇതുപോലെ തന്നെ മരണത്തിൽ അന്വേഷണം വേണമെന്നും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് ദുബൈയിലെ കോൺസുലേറ്റ് ജനറലിന് കത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ UAE സാമൂഹിക സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ സഹായിക്കാനുണ്ട്. ഇതൊക്കെ കുടുംബത്തിൽ ഇവിടെയുള്ള അഖിലയുടെ സഹോദരിക്കും അല്ലെങ്കിൽ ഭർത്താവിന് അഖിലയുടെ സഹോദരിയും ഭർത്താവും ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും പോലീസിലടക്കും. ആദ്യം കോൺസുലേറ്റ് പരാതി നൽകും. ഇതോടൊപ്പം തന്നെ പോലീസിനെ അവർ സമീപിക്കും. ഇവർക്കും ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നൊരു വിശ്വാസമാണുള്ളത്. ഒരിക്കലും തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്നു. നമ്മൾ ഇന്നലെ അതുല്യയുടെ ഭർത്താവിനെ കണ്ടിരുന്നു. ഭർത്താവ് നമ്മളോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഭർത്താവിന്റെ മൊഴികളിൽ വളരെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ കാണുന്ന സമയത്ത് തന്നെ മദ്യപിച്ചായിട്ടാണ് നമ്മളെ സമീപിച്ചിരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുള്ളി ഇതിൽ എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുള്ളി പക്ഷെ പറയുന്നത് ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ പുള്ളിക്കും ഈ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പുള്ളി ഭർത്താവ് പറയുന്നത് ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല, ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പുള്ളി തന്നെ പറയുന്നത്. പക്ഷെ കൊലപാതകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നു ഞാനല്ല ചെയ്തത്, കൊലപാതകമായിരിക്കാൻ സാധ്യത ഉണ്ടെന്നും പുള്ളി പറയുന്നുണ്ട്. ഇതിൽ പലതരത്തിലുള്ള മൊഴികളിൽ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ കോൺസുലേറ്റിന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. രാഖി, ഷിൻസ്, അതുല്യയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു, വിശദമായി തന്നെ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതുല്യയുടെ മരണത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. സ്കൂളിൽ ജീവനക്കാരുടെയും PTA-യുടെയും യോഗം ഇന്ന് ചേരുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിശദീകരണ റിപ്പോർട്ട് കൈമാറും. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, കേരളക്കരയെ ഒന്നാകെ കരഞ്ഞ സംഭവമാണ് മിഥുന്റെ മരണം. സർക്കാരൊക്കെ തന്നെ ഇതിൽ നിന്ന് കൈകഴുകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സിസ്റ്റത്തിന്റെ പ്രശ്നം, ആ സിസ്റ്റം എന്ന വാക്കിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. എന്തായാലും ഇന്ന് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, തീർച്ചയായും കേരളക്കരയാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് ഭരിക്കുന്ന ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയുന്നു. അധികാരികളുടെ അനാസ്ഥ മൂലം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിലൊക്കെ തന്നെ ആദ്യം മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പോലീസ് പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല, അതായത് DYSPയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നത്. അതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഈ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഷെഡ് വെച്ച ആ സമയത്തുള്ള, അതായത് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഷെഡ് അവിടെ പണിയിച്ചത്. അനുമതി തേടാതെ ഈ ഇലക്ട്രിക് ലൈനിന്റെ താഴെ ഈ ഷെഡ് പണിയിച്ചു. ആ സമയത്തുള്ള മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചത്. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുക. അതിനുശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പുകൾ മാറുക. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം, അതായത് മിഥുൻ മരിച്ച ദിവസം കേസെടുത്തിട്ടുള്ളത്. അതിൽ നിന്നും വകുപ്പ് മാറി ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതിൽ നിന്നും ഇനി കുറ്റകരമായ നരഹത്യയിലോട്ട് അതിൻ്റെ തെളിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിശോധനകളൊക്കെ തുടരും. അതേസമയം തന്നെ ഈ മിഥുൻ്റെ മരണശേഷം സ്കൂൾ നാളെയാണ് തുറക്കുക. ഇന്ന് PTA യോഗം ചേരും. അതോടൊപ്പം
ഒപ്പം തന്നെ ജീവനക്കാരുടെയും യോഗം ചേരും. ഈ മിഥുൻ്റെ വീട്ടിലേക്ക് ധനസഹായം നൽകുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അസംബ്ലിയിൽ ഈ അനുശോചന യോഗമുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ചൈൽഡ് ലൈനിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുക. കാരണം ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം, ഈ അപകട മരണം കണ്ടുകൊണ്ടു നിന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോക്കിൽ നിന്നും വിദ്യാർത്ഥികൾ ഇതുവരെയും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് ആ നടപടികളിലേക്ക് കൂടി കിടക്കും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ മാനേജ്മെൻറ്റിനോട് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണം നൽകുവാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ഈ മാനേജ്മെൻറ്റ് ഭാരവാഹികളും അതോടൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥരും ഈ ഫിറ്റ്നസ് നൽകിയിട്ടുള്ള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതികളാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെയാകും കേസെടുക്കുക. പിന്നീട് തുടരന്വേഷണത്തിലാണ് വകുപ്പുകൾ മാറുക. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ, ഈ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് ഈ മാർച്ച് നയിക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കാരണം പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഈ കേസിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. കാരണം CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അയഞ്ഞ മട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്കൂളിൽ ജീവനക്കാരുടെയും PTയുടെയും ഒക്കെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഇന്നൊരു വിശദീകരണ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും എന്താണ് ഇവരുടെ ന്യായീകരണങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. മനോജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും പല കോണുകളിലും ഇപ്പോൾ തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. കടിയേൽക്കുന്ന സംഭവം ഇപ്പോൾ ഇവിടെ എന്നും നടക്കുന്ന ഒരു സംഭവമായി മാറിയും കഴിഞ്ഞു. ഇതിനിടയിൽ തെരുവുനായകൾ മനുഷ്യജീവനുകൾ എടുക്കുമ്പോഴും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ലാതെ സംസ്ഥാനത്തെ ജില്ലകൾ എന്നുള്ളതാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ABC കേന്ദ്രങ്ങളില്ല എന്നാണ് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നോ അതിലധികമോ സെന്ററുകൾ ഉള്ളിടങ്ങളിൽ പ്രവർത്തനം പേരിന് മാത്രവുമാണ്. ജനം ബ്രേക്കിംഗ് ആണ്. ശാലിനിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാലിനി, ഈ നായകളെ ബന്ധ്യംകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്ന കാര്യമാണ്. ഇപ്പോൾ അതിനുള്ള സെന്ററുകൾ പോലും ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രതിദിനം സംസ്ഥാന വ്യാപകമായി 10-ലധികം നായകളുടെ കടികളാണ് പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തെരുവ് നായ ആക്രമണം, കുട്ടികളെ ആക്രമിക്കുന്നു, കുട്ടികൾ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെ ദുരന്ത വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴും സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. RTI രേഖാപ്രകാരം പറയുകയാണെങ്കിൽ 4 ജില്ലകളിൽ ഒരു ABC കേന്ദ്രം, ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ABC കേന്ദ്രങ്ങൾ ഒരെണ്ണം പോലും പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ മലപ്പുറം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കൽ പോലും നടന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവമായി നമുക്ക് കണക്കാക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിരുന്നു. അതിൽ അവർ പറയുന്നത് ഇത്തരത്തിലാണ്: തെരുവുനായ ആക്രമണം വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് ഈ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തങ്ങൾക്ക് കഴിയാത്തത് ആ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനോ പരിചയസമ്പന്നരായ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളതാണ്. അതായത് ആനിമൽ കാച്ചേഴ്സിനെ കിട്ടാനില്ല. ഒപ്പം തന്നെ എങ്ങനെയാണത് വന്ധീകരണം നടത്തേണ്ടതെങ്കിൽ ആ വന്ധ്യംകരിക്കേണ്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ക്ഷാമം, ഒപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ ABC കേന്ദ്രങ്ങൾ തുടങ്ങാനും ഒപ്പം തന്നെ ഇവരെ വന്ധ്യീകരിച്ച് കഴിഞ്ഞാൽ ഇവരെ മറ്റ് പാർപ്പിക്കേണ്ട സ്ഥലം, അഭയകേന്ദ്രങ്ങൾ അടക്കം തുടങ്ങാൻ പ്രദേശവാസികളടക്കം സമ്മതിക്കാത്തതടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സൂചിപ്പിക്കുന്നത്. അതിൽ
മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ഈ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴാണ് സർക്കാർ ഇത്തരത്തിലൊരു മെല്ലെപ്പൊക്ക് തുടരുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ സംസ്ഥാന വ്യാപകമായി വന്ധ്യം കരിച്ചത് 11,193 നായകളെ മാത്രമാണ്. 2019 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു 2019 കണക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 2025 എത്തുമ്പോൾ ആ 3 ലക്ഷം എന്നുള്ളത് 6 ലക്ഷമോ അല്ലെങ്കിൽ 12 ലക്ഷമോ ഒക്കെ ആയി കാണും. അപ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ മാത്രം തെരുവുനായകളുടെ ആക്രമണം അല്ലെങ്കിൽ കടിയേറ്റത് 1,31,244 പേർക്കാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടി ആരോഗ്യവകുപ്പ് കൂടി പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ കണക്കുകൾ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ പല ജില്ലകളിലും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ല എന്നുള്ള വാർത്തയാണ് വിവരാവകാശ രേഖ വഴി നമുക്ക് വ്യക്തമാകുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ABC സെന്റർ ഇല്ല എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. എന്തായാലും തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ്. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇനി ശബരിമലയിലേക്കാണ്. കർക്കിടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. തോരാമഴയിലും അയ്യപ്പ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 25,237 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, സന്നിധാനത്ത് വലിയ മഴയാണ് എന്ന് കേട്ടു. എങ്ങനെയാണ് അവിടുത്തെ ഭക്തജന തിരക്ക്? രാഗി, 6 ദിവസമായി വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 25,237 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെയും ശരാശരി തിരക്ക് ദർശനത്തിന് അനുഭവപ്പെടുന്നുണ്ട്. 6 ദിവസവും കനത്ത മഴയുണ്ടായിരുന്നു. മഴയെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ, മഴയായാലും വെയിലായാലും കാലാവസ്ഥ എന്തായാലും അയ്യപ്പ ദർശനത്തിന് അതിനൊന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെയൊക്കെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടത്. ഇന്നലെ 23,327 ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ അതിന് മുൻപുള്ള ദിവസം 33,000-ന് മുകളിൽ ഭക്തജനങ്ങളും അതിന് മുൻപ് 29,000 ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്ക് ഈ 6 ദിവസവും സന്നിധാനത്ത് കർക്കിടക മാസ പൂജാ നാളുകളിൽ അനുഭവപ്പെട്ടു. മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തി എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ മാസപൂജയ്ക്ക് നട തുറന്നപ്പോൾ ഉണ്ട്. സാധാരണ മാസപൂജാ നാളുകളിൽ നട തുറക്കുമ്പോൾ മലയാളികളാണ് കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ കർക്കിടക മാസ പൂജാ നാളുകളിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെയുള്ള അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണം കൂടുതലായി ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ മാസപൂജ നാളുകളിൽ ഉണ്ടായിരുന്നു. മഴ ഉണ്ട്, വഴുക്കലുണ്ട് പലയിടത്തും. മല കയറി വരുന്ന ഭാഗങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇപ്പോൾ ഭക്തരുടെ സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്. മല ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസം നീലിമല പരമ്പരാഗത പാതയിൽ ഭക്തജനങ്ങൾ കൂടുതലായി തെന്നി വീഴുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 40ഓളം ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നീലിമല പരമ്പരാഗത പാതയിൽ തെന്നി വീണ് കൈക്കും കാലിനും തലയ്ക്കുമൊക്കെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് പതിവാണ്. ചെറിയ മഴ പെയ്താൽ പോലും അവിടെ തെന്നലുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള കരിങ്കൽ പാളി പാകിയുള്ള ആ നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഭക്തജനങ്ങൾ വഴുതി വീഴുന്നതിനൊക്കെയുള്ള കാരണം ഉണ്ടാക്കിയത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. മിഥുനമാസ പൂജാ നാളുകളിലും 20-ലധികം ഭക്തജനങ്ങൾ ഈ മഴ വന്ന സാഹചര്യത്തിൽ വഴുതി വീണ് തെന്നി പരിക്കേൽക്കുമൊക്കെ സാഹചര്യം നീലിമല പരമ്പരാഗത പാതയിൽ ഉണ്ടായിരുന്നു. അതിന് സമാനമായി തന്നെ ഇത്തവണയും ഉണ്ടായതോടെയാണ് നീലിമല പരമ്പരാഗത പാത അടച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഭക്തജനങ്ങളെ മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിനൊക്കെയുള്ള സഞ്ചാര ക്രമീകരണം ഒരുക്കിയത്. സ്വാമി അയ്യപ്പൻ റോഡിൽ മുഴുവൻ സമയവും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ ശരാശരി തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവർ വഴിയും നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടും തിരക്ക് കുറവുള്ള സമയങ്ങളിൽ കൊടിമരച്ചൂട്ടിൽ നിന്നും എലിക്കൽപ്പുര വഴി നേരിട്ടുള്ള ദർശന ക്രമീകരണവുമാണ് നടത്തുന്നത്. ഫ്ലൈ ഓവറിൽ ഭക്തജനങ്ങൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്ലൈ ഓവറിൻ്റെ പകുതിയോളം ഭക്തജനങ്ങൾ ഉണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കാവുന്ന സാഹചര്യമാണ് രാവിലെ കാണുന്നത്. തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് നട അടയ്ക്കുന്ന ദിവസമായതുകൊണ്ടൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയാണുള്ളത്. നല്ല തണുപ്പാണ്. 6 ദിവസവും നല്ല തണുപ്പായിരുന്നു. കനത്ത മഴയായിരുന്നു. തോരാ മഴ എന്ന് പറയാവുന്ന കാലാവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ 6 ദിവസമായി. നട തുറന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ശബരിമല പാതയിലെല്ലാം മഴയുണ്ടായിരുന്നു. സഞ്ചാരം ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും തിരികെ എത്തുന്ന ഭക്തജനങ്ങളുമെല്ലാം ജാഗ്രതയോടുകൂടി മലയിറങ്ങി വരേണ്ടത് ഓർമ്മിക്കേണ്ടതുണ്ട്. മല കയറുകയും ചെയ്യേണ്ടത് ഓർമ്മിക്കേണ്ടതുണ്ട്. വലിയ വൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കാതെയും
തൊടാതെയും വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതെയും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടത് ഭക്തജനങ്ങൾ ആവശ്യമായി ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ തിരക്ക്, തണുത്ത കാലാവസ്ഥ, മഴയും മഞ്ഞും എല്ലാം കൂടി നല്ല തണുത്ത ഒരു പ്രഭാതമാണ് ഈ ദിവസങ്ങളിലേത്. ഈ പ്രഭാതത്തിൽ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം നല്ല തണുത്ത കാലാവസ്ഥയിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് നിർവൃത്തിയോടുകൂടി മടങ്ങുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നും നല്ല തണുപ്പ്. ഇന്നലെ രാത്രിയും തോരാമഴയായിരുന്നു, രാത്രി മുഴുവൻ മഴ പെയ്തു. ഇന്ന് രാവിലെ അല്പസമയം മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴയുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന അന്തരീക്ഷ മേഘാവൃതമായ കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്തുള്ള. ആ തണുത്ത കാലാവസ്ഥയിൽ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഒന്നും അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് തടസ്സമല്ല. അയ്യപ്പസ്വാമിയുടെ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. സന്നിധാനത്ത് തോരാ മഴയാണ്. പക്ഷേ അയ്യപ്പ ഭക്തർ ആ മഴയൊന്നും വകവയ്ക്കാതെ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇടവേള. m4marry.com ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 8 वर्ष में 15,000 करोड़ रुपए से अधिक के निवेश को जमीनी धरातल पर उतारा है. 40,000 से अधिक नौजवानों को यहाँ पे उद्योगों में नौकरी दी है. പരിചയപ്പെടാം നിക്ഷേപ സൗഹൃദ UPA. യോഗി ഭരണകാലത്ത് ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി ഉത്തർപ്രദേശ്. സുസ്ഥിരവും സന്തുലിതവുമായ വികസനം, നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇൻവെസ്റ്റ് UP. യോഗി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ, നേരിട്ടുള്ള വ്യവസായ പങ്കാളിത്തം, വേഗത്തിൽ അനുമതി, നിയമങ്ങളിൽ സുതാര്യത. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം. മേക്ക് ഇൻ UP, ബ്രാൻഡ് UP, ഡേറ്റാ സെന്റർ ഹബ്, രാജ്യത്തിന്റെ IT ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദു. പ്രതിരോധ വ്യവസായ ഇടനാഴിയിലൂടെ കൂടുതൽ നിക്ഷേപം. AI ലക്നൗ, വാരാണസി ലക്നൗ ടെക് ഹബ്, സെമി കണ്ടക്ടർ പവർ ഹൗസ്. നിക്ഷേപ പ്രക്രിയയിൽ വിപ്ലവ മാറ്റങ്ങൾ കൊണ്ടുവന്ന നിവേശ് മിത്ര എന്ന ഏകജാലക പോർട്ടൽ. UP വിളിക്കുകയാണ് നിക്ഷേപകരെ ഇതിലെ. ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ലോൺ, അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ. മുത്തൂറ്റ് മിനി ചെറുകിട ഗോൾഡ് ലോൺ മേള. മുത്തൂറ്റ് മിനി എന്നും നിങ്ങളോടൊപ്പം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയും നാളികേര വിലയും അനുദിനം ഉയരുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കാതെ ദുരിതത്തിലാണ് പാലക്കാട്ടെ കേര കർഷകർ. തെങ്ങുകളിൽ കാറ്റുവീഴ്ച എന്ന രോഗം പിടിപെട്ടതോടെ ഉൽപാദനം തീരെയില്ലാത്ത അവസ്ഥയിലുമാണ്. കൃഷിഭവനിലും മറ്റുമെല്ലാം അറിയിച്ചിട്ടും രോഗബാധ തടയുന്നതിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും കർഷകർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയും തേങ്ങയുടെ വിലയും അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പിടിച്ചാൽ കിട്ടാത്ത തരത്തിലാണ് ഈ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയൊക്കെ പിന്നിട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം തെങ്ങ് കൃഷി ചെയ്യുന്നത് അത് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലാണ്. കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ളത്. ആ മേഖലയിൽ ആണ് ഇപ്പോൾ ഞാനുള്ളത്. കൊഴിഞ്ഞാമ്പാറ പ്രദേശത്താണ്. ഇവിടുത്തെ നാളികേര കർഷകർക്ക് ഇങ്ങനെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ വില ഉയരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഗുണം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ആ കർഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ വില 500 രൂപയൊക്കെ കേരളത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഗുണം കിട്ടുന്നുണ്ടല്ലോ? നമ്മുടെ തെങ്ങ് നല്ല ആരോഗ്യമായിട്ടുള്ള സ്ഥലത്ത് വിലയില്ല. ഇപ്പം തെങ്ങൊക്കെ നശിച്ചു പോയി. അപ്പോൾ ഈ വില കൂടിയത് ഞങ്ങൾക്ക് ഒരു അനുകൂലമില്ല, ഒരു പ്രയോജനമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഉള്ള സ്ഥിതി. അപ്പോൾ ഇതാണ് ഈ തെങ്ങ് കംപ്ലീറ്റ് നശിച്ചു പോയി. അപ്പോൾ നമ്മൾ ഏത് വില കൂടിയാലും ഇന്ന് നമ്മൾക്ക് കൃഷിക്കാരനൊക്കെ കിട്ടാനുള്ള സാധ്യതയില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി. ഈ പ്രദേശത്ത് നമുക്കിപ്പോൾ നമ്മുടെ പുറകിൽ നിൽക്കുന്ന തെങ്ങുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മഞ്ഞ കളറായിട്ട്, ഓലയൊക്കെ മഞ്ഞ കളറായിട്ട് കരിഞ്ഞുണങ്ങി നിൽക്കുന്നത്. അപ്പം ഇതെന്താണ്, അസുഖമാണോ ഈ ഭാഗത്തുള്ള തെങ്ങുകൾക്ക്? ഇത് കേരള ലീഫ് വിൽട്ട് എന്ന് പറയുന്നുണ്ട്. കേരള ലീഫ് വിൽട്ടിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ കാറ്റ് വീഴ്ചയാണ് പറയുന്നത്. ഈ അസുഖം വന്ന് 2012-13 കാലഘട്ടത്തിലാണ് ഇവിടെ വന്നത്, നമ്മുടെ ഭാഗത്ത് വന്നത്. പക്ഷേ അന്ന് തൊട്ട് ഇതുവരെ
തേങ്ങ ഇന്ന് ഫുള്ളായി സ്പ്രെഡായി. അപ്പോൾ മെല്ലെ മെല്ലെ വന്ന് സ്പ്രെഡായി. ഞങ്ങൾ ഒരുപാട് അന്വേഷണം നടത്തി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പരാതി കൊടുത്ത് കൃഷിഭവൻ മുഖാന്തരം നിറയെ പരാതി കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അവർ ഒരു ടീമായി വന്നു, ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി വന്ന് നോക്കിയിട്ടും ഇതുവരെ ഒരു പ്രോപ്പറായ സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഇന്ന് തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും വിലയുണ്ട്, തേങ്ങ നല്ല ഉൽപ്പാദനം എല്ലാ ഭാഗത്തുണ്ട്. പക്ഷെ നമ്മുടെ മേഖല, പ്രത്യേകിച്ച് ചിറ്റൂർ മേഖല, കൊളിഞ്ചാമറ, എരിച്ചമ്പൈ, വടകരപ്പതി, പെരുമാട്ടി ഈ പഞ്ചായത്തുകളിൽ പൊതുവെ ഈ അസുഖം കൂടുതലാണ്. ഇത് അങ്ങനെ അപ്പുറത്ത് പോയ തമിഴ്നാടാണ്. അവിടെ ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണം എന്താണ് തെങ്ങിൽ? ഇത് അസുഖം വന്നാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ യെല്ലോ കളർ സ്പ്രെഡിങ് ഉണ്ടാവും. ഈ യെല്ലോ കളർ അതിൻ്റെ ഓളം മറ്റൊക്കെ യെല്ലോ കളറാവും. യെല്ലോ കളർ ആയിട്ട് അതിനെ കൊല പിടിക്കില്ല. കൊല പിടിച്ചാലും അത് കാഞ്ഞു പോകും. പ്രത്യേകിച്ച് ഒരു മാസം 2 മാസം കഴിഞ്ഞ് അങ്ങനെ മെതുവ കാഞ്ഞു പോകും. അതിന് കായ് പിടിക്കില്ല. കായ് പിടിച്ചാലോ നമുക്ക് യൂസ് ഉണ്ട്. കായ് പിടിക്കാണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഒരു പ്രയോജനമില്ല. ഒരു മരത്തിന് ഏകദേശം നമുക്ക് സാധാരണ വില കിട്ടുമ്പോൾ ഒരു പെർ ഇയർ ഒരു മരത്തിന് 1000 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ഏക്കറിന് 70 മരം വെച്ചാൽ 70,000 വരെ കിട്ടിയിട്ടുണ്ട്, കൃഷിക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അസുഖം വന്നതുകൂടി 0 ആയി. ഇപ്പോൾ തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും ലോകം മുഴുവനും വിലയുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് വിലയില്ലപ്പോൾ തേങ്ങയില്ല. അന്ന് നേരത്തെ തേങ്ങ ഉണ്ടായിരുന്നപ്പോൾ 5 രൂപയ്ക്കും 8 രൂപയ്ക്കും ഞങ്ങൾ വിറ്റതാണ്. പക്ഷെ ഇന്ന് തേങ്ങ ഒരു കിലോ ഇപ്പോൾ ഏകദേശം ഒരു 75 രൂപ വരെ ഉണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഭാഗത്തും നമ്മുടെ ഭാഗത്തുണ്ട്. ഈ 75 രൂപ ഇരുന്നിട്ടും ഒരു മരത്തിന് 2 തേങ്ങ 3 തേങ്ങയാണ് പിടിക്കുന്നത്. അപ്പോൾ ഒരു അവസ്ഥയില്ലാണ്ട് പോയിരുന്നു. കൃഷിക്കാരൻ മുഴുവൻ നശിച്ചു പോകുന്ന സ്ഥിതിയായി. ഈ അസുഖം കൊണ്ടാണ്. രണ്ട് കൊല്ലം മുമ്പ് കാറ്റ് പ്രത്യേകിച്ച് നമ്മുടെ മേലെ ഒരു വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. കാലാവസ്ഥ മോശമായതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല കാലാവസ്ഥ, മഴയൊക്കെ നല്ല മഴയുണ്ട്. പക്ഷെ ഇരുന്നാലും ഈ അസുഖം കൊണ്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് എല്ലാ കൃഷിക്കാരും തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു താല്പര്യമില്ല. ഈ കൃഷിയോടുള്ള താല്പര്യം ഇല്ലാണ്ട് എല്ലാവരും മറ്റു കൃഷിക്ക് പോകുന്നുണ്ട്. ഈ വിലയുണ്ടായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടാത്തൊരവസ്ഥയാണ്. അതെ, അതായത് കൃഷിക്കാർക്ക് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. തേങ്ങാൻ്റെ വില കൂടി, പക്ഷേ തേങ്ങ ഇല്ല. അവരവർ വേറെ ഒരു ചെറിയ പണികളും പാല് കറക്കണതും പിന്നെ വേറെ ഒരു കൃഷി ചെയ്യണതും മറ്റേ കപ്പാളി ഇതുപോലെ വാളയിടുന്നതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെന്നിന് കണ്ടിട്ട് കാര്യമില്ല. തെന്നിന് കാരി വെച്ചിട്ട് ഒരു വിലയോ ഒന്നും സംസാരിക്കാനോ ഒന്നുമില്ല. വിലയില്ലാത്ത സമയത്ത് വിലയില്ലാത്ത സമയത്തിൽ നല്ല തേങ്ങ നമ്മൾ ഉള്ള തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ വിലയുണ്ടായിരുന്നില്ല. ഇല്ല, തേങ്ങ ഉള്ള സമയത്തിൽ സബ്സിഡിയായിട്ട് വിലയില്ല, കായും കൊടുക്കും. നല്ല കായും നമ്മൾ ആവറേജ് കായ് ഉണ്ടായിരുന്നു. ഇപ്പം തോപ്പിൽ പോയാൽ 300 കായ് 200 കായ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം. അതുതന്നെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതിയും അതുതന്നെയാണ്, ആശങ്കയും ദുഃഖവുമൊക്കെ അതുതന്നെയാണ്. തേങ്ങ നല്ല ഉൽപ്പാദനം ഉണ്ടായിരുന്ന കാലത്ത് തേങ്ങയ്ക്ക് തീരെ വിലയുണ്ടായിരുന്നില്ല. 5 രൂപയ്ക്ക് വരെ കിലോയ്ക്ക് ഇവിടെ നിന്നും ഈ ആളുകൾ സംഭരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ വില കൂടി. പക്ഷേ വില കൂടിയിട്ടും അവർക്കതിൻ്റെ ഒരു ഗുണവും ലഭിക്കാത്ത സ്ഥിതിയായി മാറി. തെങ്ങുകളിലൊക്കെ ഈ അസുഖബാധ, അതായത് കാറ്റുവീഴ്ച എന്ന രോഗം വന്ന് തെങ്ങുകളൊക്കെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബന്ധപ്പെട്ട അധികൃതരെ, സർക്കാർ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള അധികൃതരെയൊക്കെ ഇത് പലതവണ അറിയിച്ചു. പക്ഷേ അവർക്കൊന്നും ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ആവേശം വാനോളം ഉയർത്തി കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 ഗ്രാൻഡ് ലോഞ്ച്. തിരുവനന്തപുരം നിശാഗന്ധിയിൽ കായികമന്ത്രി V. അബ്ദുറഹ്മാൻ ലോഞ്ച് നിർവഹിച്ചു. ചടങ്ങിൽ KCLന്റെ ഭാഗ്യചിഹ്നങ്ങളുടെ പ്രകാശന കർമ്മവും ട്രോഫി ടൂർ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. ഓഗസ്റ്റ് 21 മുതലാണ് ലീഗ് ആരംഭിക്കുന്നത്. സർവസംഹാരിയായി ഗജവീരൻ വരികയായി മക്കളെ, ശൗര്യത്തിന്റെ കൊടുമുടിയേറി വരികയായി അവൻ. 6 ടീമുകൾ, നയിക്കാൻ ത്രിമൂർത്തികൾ, ഇതിഹാസം കുറിക്കാൻ ഒരേ ഒരു വേദി. KCL സീസൺ 2 ഇനി കളി തുടങ്ങുമല്ലേ. തലസ്ഥാന നഗരിയെ ആവേശത്തിലാക്കിയാണ് കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ഗ്രാൻഡ് ലോഞ്ച് നടന്നത്. വാദ്യമേളങ്ങളും താരങ്ങളും ഒത്തുചേർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിശാഗന്ധിയിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര ലീഗായി മാറാൻ KCL സാധിക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം കേരളമായിരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കായിക അടിസ്ഥാന സൗകര്യമുള്ള
സംസ്ഥാനമായി മാറുക എന്നുള്ള കാൽക്കുലേഷൻ അതിന്റെ ഭാഗമായിട്ടാണ്. വേദിയിൽ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആരാധകർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഫാൻ ജേഴ്സിയും പുറത്തിറക്കി. കേരള ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. ഗ്യാലറിയിലെ പിന്തുണ കളിക്കളത്തിലുള്ള ഏതൊരു കളിക്കാരനും അനിവാര്യമെന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. അത്രയ്ക്കും ഡെഡിക്കേഷനും അത്രയ്ക്കും സാക്രിഫൈസും ചെയ്തിട്ടാണ് സ്പെഷ്യലി കേരള ക്രിക്കറ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടും അതിനുള്ളൊരു എനർജിയും ഇവിടെ ഇത്രയും നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ചടങ്ങിൽ KCLലെ 6 ടീമുകളെയും ആരാധകർക്ക് പരിചയപ്പെടുത്തി. കേരളത്തിലെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് KCA വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മിന്നുമണിയും ആശയും സജനയും ജോഷിതയുമെന്നും ട്രിവാൻഡ്രം റോയൽസ് ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷ് പറഞ്ഞു. KCA ഓർഗനൈസ് ചെയ്യുന്ന കേരള ക്രിക്കറ്റ് ലീഗ് നമ്മൾ ഈ കാണുന്ന മുന്നിലുള്ള എല്ലാ യങ് ടാലൻസിനും ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് സീസൺ വളരെ അടിപൊളിയായിട്ട് നടന്നു. ഈ സീസൺ അതിലും മികച്ചതാവും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ പെണ്ണുങ്ങളായ മിന്നുമണി, സജന സജീവൻ, ജോഷിത, ആശ ശോഭന, അരുന്ധതി ഇവരെല്ലാവരും ഇന്ത്യൻ ടീമിൽ കയറിയിട്ടുണ്ട്. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ദം. സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്ന ട്രോഫി ടൂർ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, സഞ്ജു സാംസൺ, കീർത്തി സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ലീഗിനോടനുബന്ധിച്ച് നിർമ്മാതാവ് G. സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലാസും ഒന്നിക്കുന്ന മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ KCLന്റെ പരസ്യചിത്രത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് പുറത്തിറക്കി. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. ഓഗസ്റ്റ് 21 മുതലാണ് ലീഗ് ആരംഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇത്തവണയും തങ്ങൾ കിരീടം ചൂടുമെന്ന് ഏരീസ് കൊല്ലം സെയിലേഴ്സ് CEO N. പ്രഭരാജ്. സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും പരിചയ സമ്പന്നത കൂടുതൽ ഗുണം ചെയ്യും. യുവതാരങ്ങൾക്ക് KCA നൽകുന്ന പിന്തുണ വലുതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. M. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് അത് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാർ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ CEO പ്രഭരാജ് നമ്മുടെ കൂടെയുണ്ട്. 2ാമത്തെ സീസണിലേക്ക് കടക്കുകയാണ്. താങ്കൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് PSC ക്വസ്റ്റ്യനിൽ അടക്കം വരികയാണെങ്കിൽ ലീഗിലെ ആദ്യത്തെ ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കൊല്ലം സെയിലേഴ്സ് എന്ന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ 2ാം സീസണിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സ്വാഭാവികമായിട്ടും എല്ലാ ടീമും ഒരുപോലെ ബാലൻസ്ഡാണ്. പിന്നെ സഞ്ജു കൂടെ വന്നപ്പോഴത്തേക്കിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ടീം സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഇയറിൽ നമ്മൾ 2 മാച്ച് മാത്രമാണ് നമ്മൾ ലോസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ മാച്ചസും നല്ല കൺവിൻസിംഗ് ആയിട്ടാണ് ജയിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഡിൽ ഓർഡറൊന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ 4 പേരെ റീറ്റെയിൻ ചെയ്തു. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഏരിയാസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. മിഡിൽ ഓർഡർ ആയാലും ഫിനിഷേഴ്സ് ആയാലും ബാക്കപ്പ് ആയാലും പേസ് ബൗളേഴ്സ് ആയാലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഞങ്ങളുടെ സച്ചിൻ ബേബി ഫ്രണ്ടിൽ നയിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ സീസണിലെ ഏറ്റവും കരുത്തുറ്റ ബാറ്റർമാർ 2 പേര് സച്ചിൻ ബേബിയും വിഷ്ണു വിനോദുമായിരുന്നു. ഈ സീസണിൽ 2 പേരും ഒരുമിച്ച് കൊല്ലത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു വിനോദിനെ പോലെ ഒരു IPL കളിച്ച എക്സ്പീരിയൻസ് ഒരു താരം കൊല്ലത്തിലേക്ക് വരുന്നു. അത് എനിക്ക് തോന്നുന്നു ലേലത്തിൽ സഞ്ജു കഴിഞ്ഞാൽ 2ാമത് ഏറ്റവും കൂടിയ വിലയേറിയ താരമാണ് വിഷ്ണു വിനോദ്. അപ്പോൾ വിഷ്ണുവും കൂടി ടീമിലേക്ക് വരുമ്പോൾ എത്രത്തോളം ടീം കരുത്താവും ബാറ്റിങ്ങിൽ? ആക്ച്വലി കൊല്ലത്തിന്റെ കൂടെ പത്തനംതിട്ടയോടെ ചേർന്നെന്ന് പറയാം. ഞങ്ങൾ അയൽവാസി, എന്റെ അടുത്ത സുഹൃത്താണ്, എന്റെ നാട്ടുകാരൻ കൂടിയാണ്. എന്റെ സ്ഥലം ചെങ്ങന്നൂരാണ്. എന്റെ നാട്ടുകാരൻ കൂടിയാണ് വിഷ്ണു വിനോദ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം
വിഷ്ണുവിനെ പോലെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഒരു 2020 ഫോർമാറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ കൊച്ചിക്ക് സഞ്ജു പോലെയാണ് ഞങ്ങൾക്ക് വിനോദ്. ആ വിനോദിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ വിനോദ് ഒന്ന് പൊട്ടിയാൽ രണ്ടാമത്തെ കപ്പും ഞങ്ങളുടെ ഷോക്കേസ് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. വിഷ്ണുവിനെ പോലൊരു ആളെ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും സച്ചിനും എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ട് ആ ഒരു കോംബോ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ക്രിക്കറ്റിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസി കൂടിയാണ്. ഇപ്പോൾ സ്വന്തമായൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്ന സ്വപ്നത്തിലേക്ക് കൂടി ഏരിയസ് കൊല്ലം സീരീസ് കടക്കുകയാണല്ലേ? അതെ, അത് ഉടനെ അതിൻ്റെ പ്രാരംഭ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഇത് സീസൺ കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം കൊല്ലത്ത് വേറൊരു ഇതുകൂടെ എഴുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിഴക്കൻ മേഖലയായ പുനലൂരും ഒരു ഗ്രൗണ്ട് ഇപ്പം KC ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ രണ്ടാം സീസണിലേക്ക് വരുന്നു. ആദ്യത്തെ സീസണിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു വിജയമായിരുന്നു. പ്രത്യേകിച്ച് യുവതാരങ്ങൾ ഇപ്പം വിഘ്നേഷ് പുതൂരിനെ പോലുള്ളവർക്ക് IPL വരെ വഴി തുറന്നു. അപ്പോൾ അങ്ങനെ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ ഈ KCL നൽകുന്ന ക്രിക്കറ്റ് നൽകുന്ന ഒരു വലിയൊരു പിന്തുണ അത് വളരെ വലുതല്ലേ? അത് പറഞ്ഞറിയിക്കുക. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് സഞ്ജു പറഞ്ഞ കണക്ക് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പോലും കേരളത്തിലെ ടാലൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെക്കും അതൊന്ന് ഷോക്കേസ് ചെയ്യാനൊരു വേദി കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം KCL കേരള ക്രിക്കറ്റ് ഒരു വേദി ഉണ്ടാക്കി. അതേപോലെ സ്റ്റാർ സ്പോർട്സിൽ സെലക്ടേഴ്സിന് വരെ കാണാനുള്ള രീതിയിലൊരു മീഡിയയിലും കൂടെ അവർക്കത് പ്രൂവ് ചെയ്യാനൊക്കെ എന്നുള്ള ഒരു ഷോക്കേസിനുള്ള ഒരു വേദി കൊണ്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ടാലൻസിനെ അവർക്ക് കണ്ടെത്താനും സെലക്ടേഴ്സ് ഒരുപാട് പേര് ഇനി ഈ കളി കാണാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലെ ഒരു കുറച്ച് പ്ലേയേഴ്സിന് IPL സെലക്ഷൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. ഇപ്പം ബിജു ആയാലും ഷറഫൊക്കെ അടുത്ത ലെവലിലേക്ക് പോയി. സോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം വളരെ അൺനോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് പോലും ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാവരും നിലനിർത്താമെങ്കിലും കുറച്ച് ആൾക്കാർ വലിയ വിലയ്ക്ക് പോയി. അതുതന്നെ വലിയൊരു ഭാഗ്യമല്ല. അവരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ ആദ്യ സീസണിലെ പ്രകടനം ഈ സീസണിലും കൊല്ലം സെയിലേഴ്സ് ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻമാരായ അനീഷ് കാട്ടകടയ്ക്കും സുദർശൻ അമരവിളയ്ക്കുമൊപ്പം നിഖിൽകുമാർ, ജനം. ഇനിയൊരു ഇടവേള. ഗിരിജ CS എന്ന പ്രേക്ഷക ചോദിക്കുന്നുണ്ട്, അരുൺ ആലത്തൂർ പാലക്കാടാണോ എന്ന്. പാലക്കാട് ജനം TVയുടെ റിപ്പോർട്ടറാണ് അരുൺ ആലത്തൂർ. ഇനിയൊരു വാർത്ത നോക്കാം. 80കളിൽ തിരുവനന്തപുരത്ത് തങ്ങളുടെ നൃത്ത പ്രകടനം കൊണ്ട് വേദികളെ തീ പിടിപ്പിച്ച ബ്രേക്ക് ഡാൻസ് ട്രൂപ്പായിരുന്നു ഫുഡ് ലൂസേഴ്സ്. സഹോദരങ്ങളായ ബാബുവും സതീഷും തുടങ്ങി നിരവധി ചെറുപ്പക്കാർ. വേവ്, ഹെഡ് സ്പിൻ, വിൻഡ് മിൽ തുടങ്ങിയ ഡാൻസ് നമ്പറുകൾ 40 വർഷങ്ങൾക്ക് ഇപ്പുറം ഫുഡ് ലൂസേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അന്നത്തെ കൗമാരക്കാരുടെ അതേ ചുവടുകളോടെ ഫുഡ് ലൂസേഴ്സിന്റെ വിശേഷങ്ങളുമായി ബാബു ഫുഡ് ലൂസറും സംഘവും ജനം TVയോടൊപ്പം ചേരുകയാണ്. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബാബു ചേട്ടാ, നമുക്ക് 1980s ഒന്ന് റീക്രിയേറ്റ് ചെയ്യാവോ? തീർച്ചയായിട്ടും. ഓക്കെ. ബാബു ചേട്ടാ, എന്താണ് ഈ ഫുഡ് ലൂസേഴ്സ്? ക്രിമ്മേഴ്സ് എന്ന പേരിൽ 86 തുടങ്ങിയിട്ട് 88 ആയപ്പോഴത്തേക്കും ഫുഡ് ലൂസേഴ്സ് എന്ന പേരിൽ മാറിയ ആർട്സ് കോളേജിലെ ഒരു കൂട്ടം, ഒരു 6 പേരുടെ ഗ്രൂപ്പാണ് ഇന്നത്തെ ഈ ഫുഡ് ലൂസേഴ്സായിട്ട് മാറിയത്. ചെങ്ങന്നൂരടക്കം നിരവധി സ്ഥലങ്ങളിൽ, മൈസൂർ, ബാംഗ്ലൂർ അടക്കം, ദുബായ് അടക്കം ബ്രാഞ്ചുകളായി. അതിനുശേഷം അത് വളർന്നാണ് ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഫുഡ് ലൂസേഴ്സിലോട്ട് മാറിയത്. എങ്ങനെ ഈ ഒരു ടീം സെറ്റായത്? നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട് ഈ ടീമിൽ കൂടെ, അപ്പോൾ എങ്ങനെയാണ് ഈ ടീം സെറ്റായത്? ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ സജീഷ്, നമ്മുടെ വേറെ വീട്ടിലുള്ള ആളാണ്. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഇത് ഡാൻസ് കാണുമായിരുന്നു, പഠിപ്പിക്കുന്നതും പുള്ളിയൊക്കെ ഇത് കാണുമായിരുന്നു. കണ്ട ശേഷം പുള്ളി അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും കൂടെ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ ആക്രോബാറ്റിക്സ് കുറേ സാധനങ്ങൾ ചെയ്ത സമയമായിരുന്നു. അപ്പോൾ പുള്ളിയെ കൂടെ അത് പഠിപ്പിച്ചു, ഡാൻസും പഠിപ്പിച്ചു. അങ്ങനെ പുള്ളിയാണ് സ്റ്റേറ്റ് ചാമ്പ്യനായി മാറിയത്. എൻ്റെ ആദ്യത്തെ വീട്ടിൽ തന്നെ എൻ്റെ ബ്രദർ തന്നെ എനിക്ക് ചാമ്പ്യനാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ മിഥുൻ ചക്രവർത്തി, ആനന്ദ് ബാബു, കമലഹാസൻ, ഷഫീഖ്, റഹ്മാൻ തുടങ്ങിയ സ്റ്റെപ്സാണ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഇടയ്ക്ക് വരുന്ന മൈക്കിൾ ജാക്സൻ്റെ കുറച്ച് പാട്ടുകളും
അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനൊപ്പം തന്നെ ഞങ്ങൾ ഇതുകൂടെ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മെയിൻ കാര്യമാണ്. എന്താണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൻ്റെ രഹസ്യം? ഇത് ആക്ച്വലി ഞാൻ നിറയെ സ്ഥലങ്ങളിൽ ഈ ബ്രാഞ്ച് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് മൈസൂർ, ബാംഗ്ലൂർ ഒക്കെ ഞാൻ പോകുന്നതാണ്, ദുബായിലൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതായത് ഞാൻ പണ്ട് ഈ മുടിയൊക്കെ ബ്രൗൺ ചെയ്യുന്നൊരു കാലഘട്ടം എനിക്ക് അറിയാമായിരിക്കും. ആ സമയം 80s നമ്മുടെ ബ്രൗൺ മുടി ചെയ്യുന്ന സമയമാണ്. അതങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊണ്ടായിരിക്കാം എനിക്ക് മുടി വെളുത്തു തുടങ്ങി. അപ്പോൾ ആദ്യം ഒരു സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ തന്നെയായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കംപ്ലീറ്റ് സാൾട്ട് സ്റ്റൈലിലായി. ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഹിറ്റായതാണ്. ഞങ്ങളിത് തിരുവനന്തപുരത്തെ മാനവീയൻ റോഡിൽ വെച്ചിട്ട് ചെയ്തതാണ്. ചെയ്തപ്പോൾ അത് ഒരു 1000 പേര് 2000 പേര് കാണുമായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സടക്കം. അല്ലെങ്കിൽ അത് എടുത്തത് ഒരു ഹിന്ദുവിന് വേണ്ടി എടുത്തത്. അപ്പോൾ അവരും അത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് പോസ്റ്റ് ചെയ്ത ആളും ഞങ്ങളും അടക്കം ആകെ വണ്ടറായിരിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വൈറലാകുന്നത്. അന്ന് കളിച്ചത് ഞാനും എൻ്റെ ബ്രദർ സജീഷ് മാസ്റ്ററും പിന്നെ വന്നിട്ട് 2 അസിസ്റ്റൻസായിരുന്നു, വിപിൻ രവീന്ദ്രനും ഒരു സജിത്ത് വിശ്വനും. അന്ന് ബാക്കി നിറയെ പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് യാദൃശ്ചികമായിട്ട് ചെയ്തുകൊണ്ട് അന്ന് 4 പേരുണ്ടായിരുന്നുള്ളൂ. വളരെ കൂളായിട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇത് കണ്ട എല്ലാവർക്കും എന്താ പറയുക, കണ്ടതും അല്ലെങ്കിൽ ഷെയർ ചെയ്തതും കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്ത് എല്ലാവർക്കും എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഡാൻസിനും മനസ്സിനും പ്രായമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫുഡ് ലൂസേഴ്സ് ഇവിടെ. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. ജമ്മുകശ്മീരിലെ കിഷ്തവാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് സൂചന. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഇന്നലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് അല്ലേ? രാഗി, ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഇപ്പോഴും സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ റൈഫിൾസും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ വളഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേഷൻ അതിൽ ഈ കിഷ്ത്വാർ മേഖലയിൽ ചെറിയ തോതിൽ ഭൂചലനമുണ്ടായി എന്ന തരത്തിൽ ഒരു വിവരം കൂടി വരുന്നുണ്ട്. നേരിയ പ്രകമ്പനം അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും കർശന നടപടി ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ 3 ഭീകരരെയും സ്പോട്ട് ചെയ്തിട്ടുമുണ്ട്. ശരി ശ്രീകാന്ത് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി പണം കൈപ്പറ്റിയതായി കുറ്റപത്രം വരുന്നുണ്ട്. മാസം 50 മുതൽ 60 കോടി വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം. ഈ വാർത്ത സംബന്ധിച്ചിട്ടുള്ള വിശദാംശം കൂടി ശ്രീകാന്ത്. രാഖി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടേതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം നിസ്സാര തുകയല്ല ഈ പറയുന്നത്. ഏതാണ്ട് 3500 കോടി രൂപയുടെ മദ്യനയ അഴിമതിയിൽ ഇദ്ദേഹം നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നും അഴിമതി പണം കൈപ്പറ്റിയതായും കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. മാസം 50 കോടി മുതൽ 60 കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. ഇത് സമാനതകളില്ലാത്ത അഴിമതി എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം. 2019-2024 കാലയളവിൽ ഇയാൾ മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന കാലത്താണ് ഈ അഴിമതി നടന്നത് എന്നും പറയുന്നു. കെ രാജശേഖർ റെഡ്ഡി ഇയാളുടെ പാർട്ടിയിലെ തന്നെ ഒരാൾ കൂടിയാണ് ഈ കേസിലെ 1-ാം പ്രതി. 250 മുതൽ 300 കോടി രൂപ വരെ YSR കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ലഭിച്ചെന്നും പറയുന്നു. അഴിമതിയിലൂടെ ലഭിച്ച പണം ദുബായിലും ആഫ്രിക്കയിലും നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. പണമായും സ്വർണ്ണ കട്ടികളായും അഴിമതി വിഹിതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ED ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി എന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ, അവിടം ഭരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അഴിമതി കേസിൽ ജയിലിലേക്കുള്ള വഴി മുന്നിൽ കാണുന്നു. ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറത്ത് വരുന്നത്. ആന്ധ്രാപ്രദേശിലെ മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി പണം കൈപ്പറ്റി എന്ന് കുറ്റപത്രം പറയുമ്പോൾ അത് മാസം 50 മുതൽ
60 കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റി എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണ്. കോടതിയലക്ഷ്യ നടപടിക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. സിംഗിൾ ബെഞ്ച് സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെ അപ്പീൽ. ജഡ്ജിമാരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിലായിരുന്നു രാജേഷിനെതിരായ കോടതിയലക്ഷ്യ നടപടി. തനിക്കെതിരെ സിംഗിൾ ബെഞ്ച് സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചതിനെതിരെയാണ് കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗവും മുൻ MLAയുമായ ആർ രാജേഷ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ജഡ്ജിമാരെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്നായിരുന്നു രാജേഷിനെതിരായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കോടതിയലക്ഷ്യ നടപടി. സിംഗിൾ ബെഞ്ചിന് സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച് കുറ്റം ചുമത്താനാകില്ലെന്നാണ് രാജേഷിന്റെ വാദം. ബന്ധപ്പെട്ട ബെഞ്ചിലേക്ക് കോടതിയലക്ഷ്യ നടപടിക്കായി ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും ഹർജിക്കാരൻ വാദം ഉന്നയിച്ചിരുന്നു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു രാജേഷിന്റെ വിമർശനം സമൂഹമാധ്യമങ്ങളിൽ വന്നത്. ജനം, കൊച്ചി. കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. തൃശൂർ മച്ചാട് വട്ടേക്കാട് നാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുള്ളത്. 65 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിൽ ഒരു സ്കൂൾ കെട്ടിടവും. കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. 65 വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പൊളിക്കാൻ സാധിക്കില്ലെന്നാണ് സ്കൂൾ അധികാരികളുടെ ഭാഷ്യം. റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിഞ്ഞ നിലയിലാണ്. മേൽക്കൂരയിലെ സിമന്റ് അടർന്ന് കമ്പി തെളിഞ്ഞ നിലയിൽ. സ്കൂളിലെത്തുന്ന കുട്ടികൾ ഇടവേളകളിൽ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് എത്തുന്നത് വലിയ ആശങ്കയാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കെട്ടിടം 65 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. അന്നത്തെ കാലത്ത് അതിന്റെ പണി നടത്തിയിരിക്കുന്നത് കുമ്മായവും മണലും ചേർത്ത് നിർമ്മിച്ചൊരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ആ ബിൽഡിംഗ് വളരെ മോശമായൊരവസ്ഥയിലാണ്. കാരണം ഒന്ന് ചോർന്നൊലിച്ച് അതിൻ്റെ സ്ലാബെല്ലാം പൊട്ടി ഏത് സമയത്തും നിലംപതിക്കാവുന്ന രീതിയിലാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഇത് എത്രയും വേഗം പൊളിച്ചു മാറ്റുന്നത്. പക്ഷെ ആരും അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഈ അധ്യാപനം സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ത് ചെയ്തു, അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ കെട്ടിടം റോഡിന്റെ പുനരുദ്ധാരണ വേളയിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ്. ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടത്തിന്റെ ഓരത്തോട് ചേർന്ന് കുഴിയും എടുത്തിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ 65 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടം ജനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും ഭീഷണിയായി നിലനിൽക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഓടിക്കളിക്കുന്ന ഈ മുറ്റത്തിന്റെ എൻഡിൽ നിൽക്കുന്ന ആ കെട്ടിടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം അവിടെയാണ് കുട്ടികൾ കൂടുതൽ. ഇപ്പോൾ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് എപ്പോഴും കുട്ടികൾ അവിടെയാണ്. ആ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് അധികാരികൾ. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ജനം, തൃശൂർ. പുത്തൻപുള്ളരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾ ലൈവ് റിപ്പോർട്ട്സിൽ കാണാം. പ്രേക്ഷകർ ജനം TVക്കൊപ്പം തന്നെ തുടരുക. നന്ദി, നമസ്കാരം.